കർത്താവിൻ്റെ സ്തോത്രം. വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയങ്ങളാണ്. അല്പനിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ട് ഇന്നത്തെ ശുശ്രൂഷ നമുക്കെല്ലാം വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിക്കണം. ദൈവസാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ പകരണം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് തന്നെ ഉപയോഗിക്കണം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരണം. കർത്താവെ, ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. വൻ കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. വിറ്റ്നസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വി വിറ്റ്നസ്, ഞങ്ങൾ ക്രൂശിൻ്റെ സാക്ഷികൾ. ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിൽ നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ, മിഷണറിമാർ, അങ്ങനെയുള്ളവരെയാണ് എപ്പോഴും കൊണ്ടുവരാറുള്ളത്. ഇന്നും നമുക്ക് വളരെ വ്യത്യസ്തനാകുന്ന ഒരു മിഷണറി, അദ്ദേഹത്തിൻ്റെ മിഷണറി അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങളാണ് കേൾക്കുവാനുള്ളത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസൻ എവാഞ്ചലിസ്റ്റ് റോയ് വയനാടിനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം അച്ഛാ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. വയനാടാണല്ലേ സ്വദേശം? അതെ, വയനാട്ടില. വയനാട് നല്ല മലമ്പ്രദേശമാണല്ലോ, ഞങ്ങളുടെയൊക്കെ അറിവിൽ. നല്ല മനോഹരമായ ദേശം. ഞാൻ വയനാട്ടിൽ വന്നിട്ടില്ല, പക്ഷേ വയനാട് ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയാം. രാഷ്ട്രീയപരമായിട്ടൊക്കെ ഒരു പ്രാധാന്യം കിട്ടിയത് കൊണ്ട്. ഞാൻ താമസിക്കുന്ന ഏരിയ മലമ്പ്രദേശമാണോ? അതെ അതെ അതെ, നല്ല പ്ലേസ്, നല്ല സാഹചര്യം. ഓ, സത്യത്തിൽ പ്രിയ റോജാനെ അറിയാവുന്നവർക്കറിയാം, മലമ്പ്രദേശത്ത് പാർക്കുവാനുള്ള ഒരു ശാരീരിക ക്ഷമതയല്ല ഉള്ളതല്ലേ? അതെ അതെ അതെ, പക്ഷെ ഒന്നും കുഴപ്പമില്ല. ദൈവത്തിനൊക്കെ അറിയാവുന്ന സന്തോഷമായി പോകുന്നു. അതെ. നഫ്താലി മലമടക്കുകളിൽ എന്ന് പറഞ്ഞതുപോലെ വയനാട്ടിലെ മലമടക്കുകളിലെ ഒരു നഫ്താലിയാണ് പ്രിയ റോയ്ചാൻ എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഒഫീഷ്യൽ പേരെങ്ങനാ? റോയ് ടി സി. റോയ് ടി സി ഒഫീഷ്യൽ. ഇപ്പൊ അറിയപ്പെടുന്ന ഞാൻ റോയ് വയനാട് തന്നെയാണ്. റോയ് വയനാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രഷർക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങളൊരു പക്ഷേ പല മാധ്യമങ്ങളിലൂടെ, അച്ഛൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാകാം. അരയ്ക്ക് താഴോട്ട് ചലനശേഷിയില്ലാത്ത ഒരു ദേവദാസനാണ്. എന്നാൽ താൻ തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു പ്രത്യേക വാഹനത്തിൽ വയനാട്ടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പരസ്യയോഗ ശുശ്രൂഷകൻ, തെരുവുകളിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദേവദാസൻ. അങ്ങനെ വളരെ വ്യത്യസ്തമാകുന്ന ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതിന് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട റോയ്ചാനെ നമുക്ക് ഈ നമ്മുടെ സെഷനിലൂടെ, ആസാദിയിലൂടെ പരിചയപ്പെടുത്തുവാൻ കഴിയുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ ശാരീരികമാകുന്ന പ്രശ്നങ്ങളൊക്കെ എത്ര കാലമായിട്ട് ജീവിതത്തിലുണ്ട്? ദിവസനെ ഒരു 11 വർഷം മുന്നേ ഞാനൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ വീണതാണ്. സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നു. നെഞ്ചിന്റെ താഴെ, അരക്കെല്ലാം നെഞ്ചിന് താഴെ പൂർണ്ണമായി തളർന്നു പോയി. ഇന്നിപ്പോ എനിക്ക് യൂറിൻ പോകുന്ന വയറ്റൊന്നും അറിയത്തില്ല. എല്ലാം വെട്ടിച്ചേണ്ട അവസ്ഥകളാണ്. അത് ദൈവം കരുതുന്നതുകൊണ്ടും ദൈവത്തിന്റെ കൃപ കൊണ്ടും ദൈവത്തിന്റെ അഭിഷേകം കൊണ്ട്, ശക്തി കൊണ്ടൊക്കെയാണ് ദൈവത്തിന്റെ വേല ചെയ്യുന്നത്. കാരണം ദൈവത്തെ വചനമുണ്ട്, വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ കൈവിടലാന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് ആ വിളിച്ചവൻ വിശ്വസ്തൻ എന്നുള്ളത് സാക്ഷീകരിക്കാൻ ദൈവനെ സഹായിച്ചതാണ്. 11 വർഷങ്ങളായി. 11 വർഷമായി ദൈവവാസനെ. നെഞ്ചിന്റെ താഴെ പൂർണ്ണമായി താഴ്ന്നു പോയി. സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നു. അവിടെ അങ്ങോട്ട് ചലനശേഷി നഷ്ടപ്പെട്ടു. ചലനശേഷിയല്ല, എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല, മരിച്ചു പോയത് അങ്ങോട്ടേക്ക്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. ജനിച്ചു വളർന്നതൊക്കെ വയനാട്ടിലാണോ? അതെ, ദൈവവാസന വയനാട്ടിൽ തന്നെ ജനിച്ചു വളർന്നത്. ശരി. മാതാപിതാക്കളെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ പറയുകയാണെങ്കിൽ സന്തോഷമാണ്. ഓക്കെ, ഞങ്ങൾ യാക്കോബ് കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ പിതാവ് മരിച്ചുപോയി. ഇപ്പൊ മാതാവുണ്ട്, പിന്നെ വൈഫും 2 മക്കളുണ്ട്. ഒരു മോന് IPSലെ പാസ്റ്ററാണ്, പെരിന്തൽമണ്ണ സെൻട്രൽ ചർച്ചിന്റെ. ഒരു മോൻ പുറത്ത് ദുബായിലാണ്. 2 വിവാഹിതരായി.
ഞാൻ വൈഫ് മാത്രമേ വീട്ടിലുള്ളൂ. ഇപ്പം ഞാൻ ഇതുപോലെ എന്നെ പറ്റുന്ന പോലെ ദൈവത്തിന് വേലയുമായിട്ട് പോകും, സുവിശേഷ വേലയുമായിട്ട്. അതെ, എപ്പോഴും അച്ഛൻ്റെ സഹായത്തിന് ജീവിത പങ്കാളി അല്ലേ, പ്രിയപ്പെട്ട മാമ എപ്പോഴും കൂടെ നിൽക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം എന്നെ അത്രയും ഞാൻ വീഴ്ചെന്ന് പറയുമ്പോൾ എൻ്റെ വീഴ്ചന വലിയൊരു അനുഭവമാണ്. കാരണം ഞാൻ പിന്നെ ചെറുപ്രായത്തിൽ തന്നെ ആർമിയിലായിരുന്നു. അവിടുന്ന് ഞാൻ ഫുൾ സർവീസ് കഴിഞ്ഞ് റിട്ടയർഡായി വന്നതാണ്. റിട്ടയർഡ് വന്നു കഴിഞ്ഞ ശേഷം ഞാൻ വിശ്വാസത്തിലായതിനു ശേഷമാണ് വിശ്വാസത്തിൽ വരുന്നത്. ഞാൻ ആർമിയിൽ നിന്നാണ് രക്ഷിക്കപ്പെടാൻ കാരണം. ഒരു ആർമിയിൽ നിന്ന് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം, നമുക്ക് കേൾക്കാം. ചെറിയ കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങൾ, മറക്കാനാവാത്ത അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങിക്കാട്ട് കേൾക്കാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ ഒന്നേന്ന് തുടങ്ങാം. എവിടെയാ നമ്മുടെ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ പട്ടാള ജീവിതം പറഞ്ഞ് അങ്ങനെ ഒന്ന് കേൾക്കാം. നമുക്ക് നമ്മുടെ പ്രേക്ഷകരും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വയനാട് തന്നെയാണ് ജനിച്ചത്. വലിയ കഷ്ടപ്പാടും വളരെ, കാരണം ഞങ്ങളുടെ എല്ലാം മാതാപിതാക്കന്മാർ കുടിയേറി പാർത്തവരാണ് ഇവിടെ. വളരെ പ്രയാസത്തിലായിരുന്നു അന്ന്, വളരെ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു. ഏകദേശം 8, 9, 10 ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഞാൻ 300 മരം റബ്ബറും വെട്ടിയിട്ട് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, ഞാനും എൻ്റെ ചേട്ടനും കൂടിയിട്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറുപ്രായത്തിന് ആർമിയിൽ കിട്ടി. അങ്ങനെ ഞാൻ ഒരു 18-ാമത്തെ വയസ്സിൽ ഞാൻ ആർമിയിൽ കയറി. അങ്ങനെ ഞാൻ പിന്നെ ബീഹാറിൽ ഗയലായിരുന്നു ട്രെയിനിങ്. അവിടുന്ന് ട്രെയിനിങ് ചെയ്ത് അവിടുന്ന് ട്രെയിനിങ് കഴിച്ച് ഒരാൾ സോൾജറായി ജോലിയിലേക്ക് കയറി. ജോലി കയറി കഴിഞ്ഞ സമയത്ത് എനിക്ക് വളരെ സീരിയസ് ആയിട്ട് അറ്റാക്ക് വന്നായിരുന്നു. അറ്റാക്ക് വന്ന അന്ന് ഞാൻ ഈ ലോകത്ത് മാറ്റപ്പെടേണ്ട അവസ്ഥയായിരുന്നു. വീട്ടിലേക്ക് എല്ലാവരും അന്ന് ഫോണിൽ ടെലഗ്രാം അടിച്ചിരുന്നു, ഇങ്ങനെ സീരിയസ് ആയി പറഞ്ഞു. അവിടുന്ന് ദൈവം രക്ഷിച്ചു. അപ്പോൾ ഞാൻ ഒരു യാക്കോബിസിലാണെങ്കിൽ കൂടി ഞാൻ ദൈവമായിട്ടൊരു ബന്ധമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഭോപ്പാലില് ഒരു ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത്, അപ്പൊ ഞാൻ വിവാഹം കഴിച്ചിരുന്നു, യാക്കോബിസ് വിവാഹം കഴിച്ച് ഞാൻ ആ സമയത്ത് കുമ്പസാരിക്ക് പോലും ചെയ്തില്ല. ഞാൻ പറഞ്ഞ അച്ഛൻ വേണ്ടി എനിക്ക് വിശ്വാസമില്ല, വേണേൽ കെട്ടിച്ചെന്ന് പറഞ്ഞു. അയാൾ കല്യാണം അച്ഛൻ കെട്ടിച്ച് കല്യാണമൊക്കെ നടത്തി തന്നു. ഞാൻ ഭോപ്പാലില് ഇരിക്കുന്ന സമയത്താണ് ഒരു പാസ്റ്റർ പരിചയപ്പെടുന്നത്. അദ്ദേഹം സുവിശേഷമായിട്ട് വന്നു. ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നപ്പോ ഞങ്ങൾ 5-6 പേര് കൂടിയിട്ട് ഈ ദേവദാസനോട് കുറച്ച് കോപിക്കാൻ അല്ലെങ്കിൽ ദേഷ്യപ്പെടാൻ ചിന്തയിൽ നമുക്കറിയാലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ഇദ്ദേഹത്തിന്റെ അടുത്ത്. എനിക്കൊന്നും അറിയില്ല, ബൈബിളിനെ പറ്റിയിട്ട് അറിയില്ല, ഒരു വിശ്വാസം ഇല്ല എന്നിട്ട് അറിയില്ലാത്ത മനുഷ്യനായിരുന്നു. അപ്പൊ എന്റെ കൊണ്ടുവരുന്നൊരു പയ്യൻ പറഞ്ഞു, ഞാൻ കപ്പേരായിരുന്നു പള്ളിയിൽ പണ്ട്, നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാള് വചനം ഞങ്ങൾ ചോദിച്ചതിനെല്ലാം മറുപടി ബൈബിളിൽ തന്നപ്പോൾ അപ്പോഴെ കുറെ ബോധ്യം വന്നു. എൻ്റെ കൂടെ അദ്ദേഹത്തിന്റെ 2 ചെയ്യുന്ന പണി കൊടുക്കാന്ന് പറഞ്ഞ് പോയ മനുഷ്യൻ അപ്പൊ തന്നെ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. അപ്പൊ എനിക്കും വലിയ ആഗ്രഹമായി. ഞാൻ വീട്ടിലേക്ക് അന്ന് ഞാൻ വൈഫിനോ ഞാൻ 30 ലെറ്റർ ഒരു മാസം ഞാൻ അയക്കാം, അവൾ 30 ലെറ്റർ അയക്കാം. അങ്ങനെ ഡെയിലി ലെറ്റർ അയക്കാതെ കിട്ടും. ചിലപ്പോൾ കുറെ ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം. ഞാൻ വൈഫിനെ പറഞ്ഞു ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പൊ വൈഫിനോട് പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെട്ട ഞാൻ വീട്ടിൽ പോയിക്കുന്നു പറഞ്ഞു. ഞാൻ യാക്കോബിസിലേക്ക് കെട്ടിച്ചിട്ടാണ് സ്നാനപ്പെട്ട വീട്ടിൽ പോയി നിൽക്കുന്നു പറഞ്ഞു. അവ വല്ലപ്പോഴും കുടുംബത്തിൽ വരുന്നത് ഒരു പ്രശ്നമാക്കുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തു, ഞാൻ അത് വേണ്ടാന്ന് തീരുമാനമെടുത്തു. പെൻഷനൊക്കെ വന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 2 അറ്റാക്ക് വന്നു, വളരെ സീരിയസ് ആയി. അവിടെ നിന്നെല്ലാം എനിക്ക് ദൈവത്തോടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. ഞാൻ രഹസ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ അവിടുന്ന് പെൻഷൻ ദൈവസ്ഥനെ തീരുമാനമെടുത്ത് വന്നു. പെൻഷൻ പിന്നെ വന്നതിന് ശേഷം ദൈവസ്ഥനെ കടന്നു വരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ അത് വിട്ട് വേറെ ചില ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഒരു ഇരിക്കുമ്പോൾ ഒരു വീഴ്ച നട്ടലിന്റെ പൊട്ടൽ വീണു. അങ്ങനെയാണ് ഞാൻ പിന്നെ സുവിശേഷത്തിൽ വരുവാനും ഞാൻ പിന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കുടുംബമായിട്ട് ഞങ്ങൾ വിശ്വാസികർ തരാൻ കാരണം. അന്ന് മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ വേല ചെയ്യുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എൻ്റെ ജോലിത്തിന് പേഴ്സണൽ ഇവാഞ്ചലിസമായിരുന്നു. ഒത്തിരി ഇടങ്ങളിൽ പോയിട്ട് ഞാൻ ഏകദേശം ഇന്ത്യൻ ഒരു സ്ഥലങ്ങളെല്ലാം സ്റ്റേറ്റുകളിലെല്ലാം പോയിട്ട് സുവിശേഷം പറയുമായിരുന്നു, അനേകം രക്ഷിക്കപ്പെടുത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സുവിശേഷം എനിക്ക് പൈസ മേടിച്ചിട്ട് സുവിശേഷം ചെയ്യാൻ താല്പര്യമില്ല, മുടക്കി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ കോൺക്രീറ്റ് കട്ടിങ്ങിന് പണിയെടുക്കായിരുന്നു. എനിക്ക് കോൺട്രാക്ട് പണി ഉണ്ടായിരുന്നു. കോൺട്രാക്ട് പണി ഞാൻ ഗവൺമെന്റ് കോൺട്രാക്ട് പണി എടുത്തുകൊണ്ട സമയത്ത് എന്നോട് വ്യക്തി പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ബൈബിൾ താഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ കോൺട്രാക്ട് പണി താഴ്ത്തി, രണ്ടോട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബൈബിൾ താഴ്ത്തി വെക്കില്ല, കോൺട്രാക്ട് പണി താഴ്ത്തി വെച്ചാൽ ഞാൻ അന്ന് കോൺട്രാക്ട് പണി നിർത്തി.
ഞാൻ എന്നെയും കൂടെ ഷെയർ ആയിരുന്നു. അവൻ മിലിറ്ററിയിലായിരുന്നു, ഞാൻ റിട്ടയർഡ് ആയിരുന്നു. ഞാൻ നിർത്തി, അവൻ എ ക്ലാസ് കോൺട്രാക്ടറായി മാറി. അപ്പൊ ഞാനന്ന് സുവിശേഷമായിട്ട് അങ്ങനെ പലയിടങ്ങളിൽ പോവും, വീടുകളിൽ പോവുക, സുവിശേഷം പറയുക, രക്ഷിക്കപ്പെടുത്തുക, ഇതായിരുന്നു എൻ്റെ ദൗത്യം. അപ്പം ഞാൻ ഈ ബാക്കിയുള്ള സമയത്ത് ഞാൻ കോൺക്രീറ്റ് കട്ടിങ്ങിന് എൻ്റെ മിഷൻസ് കുറേ ഉണ്ടായിരുന്നു. അപ്പം കോൺട്രാക്ട് ആയ സ്ഥിതിക്ക് പിന്നെ കോൺക്രീറ്റ് കട്ടിങ്ങിന് പണിക്കും. അത്യാവശ്യം നല്ല വരുമാനമുള്ള പണിയായിരുന്നു, നല്ല ഹാർഡ് വർക്കോ നല്ല വരുമാനമുള്ള പണിയായിരുന്നു. അങ്ങനെ ഞാൻ ഈ ജോലി ചെയ്ത പൈസ കൊണ്ട് സുവിശേഷത്തിലേക്ക് പോകും. ഓരോ സ്ഥലത്തേലും ഓരോ പാസ്റ്റർമാരുടെ വീട്ടിൽ താമസിക്കാൻ ഏരിയ മുഴുവൻ പോയി വീടുകളിൽ കയറും, സുവിശേഷം പറയും, രക്ഷിക്കപ്പെടും, തിരിച്ചു വരും. ഇതായിരുന്നു എൻ്റെ ജോലി കുറേ വർഷങ്ങളായിട്ട്. ഞാൻ 2013 തന്നെ ഇന്ത്യന്റെ പല ഭാഗങ്ങളിൽ പോയിട്ട് 3500 പേര് ഒറ്റ വർഷം ഞാൻ രക്ഷാബന്ധം ഏറ്റു പറയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷം തന്നെ. 2014 ഫെബ്രുവരിയിൽ ഞാൻ ഇടുക്കിയിൽ ഒരു സുവിശേഷവേല കഴിഞ്ഞ് വന്ന് പിറ്റേ 2 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇനി വേറെ സ്ഥലത്ത് പോകണമായിരുന്നു. ഈ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ഞാൻ കോൺക്രീറ്റ് ചെയ്യാൻ പോയതാണ്. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് ഞാൻ കോമയിലായി പോയി കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് അവരെന്നെ സുൽത്താൻ ബത്തേരിയിലേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടുന്ന് കൽപ്പറ്റ വന്ന് എൻ്റെ വൈഫിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവർ പോയി. എന്നിട്ട് പിന്നെ കോഴിക്കോട് മിംസിൽ ഞാൻ കോമ സ്റ്റേജിലാണ് കുറേ നാൾ കിടന്നത്, കോമയിൽ. അപ്പൊ എനിക്കൊന്നും അറിയില്ല, ഞാൻ കോമയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴെങ്കിൽ ദൈവത്തെ വലിയൊരു അത്ഭുതം കാണാൻ കിടന്നു ദൈവദാസനെ. അത് വലിയൊരു അത്ഭുതമായിരുന്നു. ഞാൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഡൽഹിയിൽ ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ ദൈവദാസനോട് പറഞ്ഞു, എൻ്റെ മകൻ റോയി കോഴിക്കോട് മിംസിൽ കിടപ്പുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ അന്നേരം അദ്ദേഹം അവിടെ നിന്ന് ആ വാക്ക് കേട്ട് ട്രെയിൻ കയറി നേരെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വന്നു. ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അപ്പൊ ആരും കയറ്റത്തില്ല അവിടെ, എൻ്റെ ആരും കയറ്റില്ല എന്നെ കാണിക്കാൻ. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, റോയി എന്ന് പറഞ്ഞ ആളവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് വരികയാണെങ്കിൽ ദൈവം പറഞ്ഞിട്ട് വരികയെന്ന് പറഞ്ഞു. അയാൾ ബൈബിളെല്ലാം കണ്ടതുകൊണ്ട് ഈ സിസ്റ്റർ എന്തോ മനസ്സ് തോന്നിക്കായിട്ട് ചെറിയ ബോധമുണ്ടായിരുന്നു. അപ്പൊ എന്നോട് അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഞാൻ കിടക്കാണ്, മൊത്തം ഈ വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ സിസ്റ്റർ കിടക്കാണ്. അങ്ങനെ ആരും ഗേറ്റുള്ള എന്തോ കുരുത്തത്തിന് ആ സമയത്ത് ഡോക്ടറെ സമയത്ത് കയറി വന്നതും. അപ്പൊ എന്നോട് പറഞ്ഞ ഞാൻ ഡൽഹിയിൽ നിന്ന് വരികയാണ്, എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല, എന്റെ തൊണ്ടയെല്ലാം തുളച്ചുകൊണ്ടെങ്കിൽ ശബ്ദിക്കാൻ പറ്റത്തില്ല, മിണ്ടാൻ പറ്റില്ല, ഇങ്ങനെ കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഫുള്ളായിട്ട് കിടക്കാണ്. അന്നേരം എനിക്ക് ചെറിയ ബോധ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആ ദേവദാസൻ പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ നിന്ന് വരികയാണ്, എന്നോട് ദൈവം പറഞ്ഞു എൻ്റെ ദാസൻ കോഴിക്കോട് മിംസിന് ഇപ്പൊ പ്രാർത്ഥിക്കാൻ വന്നതെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ടൊന്നും ഞങ്ങൾ തലയാട്ടി, ചെറിയ ബോധം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, എൻ്റെ തലയിൽ ബൈബിൾ വെച്ച് അതിനോട് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഞെട്ടി എൻ്റെ കോമ വിട്ടുപോയി. പക്ഷെ സ്പൈനൽ കോഡ് ഇഞ്ചുറി അങ്ങനത്തെ നിന്നു. അതായി പിന്നെ മിംസ് ഹോസ്പിറ്റൽ വലിയൊരു അത്ഭുതമായി മാറിയ സംഭവം. അപ്പൊ ഈ ദേവദാസന്റെ പേരും എനിക്കറിയത്തില്ല, ആരാണെന്ന് എനിക്കറിയത്തില്ല. കാരണം പേര് പറയാനോ നമ്പർ പറയാനോ മിണ്ടാൻ പറ്റുന്ന കണ്ടീഷനിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി. അന്നാണ് ശരിക്കും പറഞ്ഞ ദേവദാസന് ഞാന് വിശ്വാസത്തിൽ വന്നിട്ട് കുറെ വർഷമായെങ്കിലും ദൈവത്തിന്റെ വേല ഇഷ്ടംപോലെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും അന്ന് യുവാഞ്ചലിസ്റ്റ് ആയിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ട് സുവിശേഷം ചെയ്തെങ്കിലും വാസ്തവമായും മാനസാന്തരപ്പെട്ട അന്ന് രാത്രിയാണ്. അന്ന് ഞാൻ കുറെ കരഞ്ഞു ദൈവസന്നിധിയില്. മിണ്ടാൻ പറ്റത്തില്ല, ശ്രദ്ധിക്കാനും പറ്റത്തില്ല, പക്ഷെ ഉള്ളുകൊണ്ട് കരഞ്ഞു. ദൈവമേ, ഈ പാപിയാവുന്ന ഈ എളിവിനെ അങ്ങ് ഓർത്തല്ലോ, അങ്ങന്റെ പേര് ഡൽഹിയിൽ പ്രാർത്ഥിക്കുന്ന ദേവദാസനെ വെളിപ്പെടുത്തി കൊടുത്തല്ലോ, ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു ഒന്ന് ഒത്തിരി കരഞ്ഞു. അന്നാണ് ശരിക്കും എൻ്റെ ജീവിതത്തിലെ മാനസാന്തരം ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും, നമ്മൾ സുവിശേഷവേല ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും, നമ്മൾ സുവിശേഷക്കാരനാണെങ്കിലും വാസ്തവമായി മാനസാന്തരം എന്ന് പറയണമെങ്കിൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില സമയങ്ങളുണ്ട്. അങ്ങനെ അന്നാണ് വാസ്തവമായി അതിന് സ്ഥാനപ്പെട്ടതാണ്, ഇതെല്ലാം ചെയ്യാറ്. പക്ഷെ വാസ്തവമായ ഒരു മാനസാന്തരം ഉണ്ട് അന്നാണ്. അങ്ങനെ ഞാനവിടെ കിടന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് ഏകദേശം 35 ദിവസം വെന്റിലേറ്ററിലേക്ക് എടുക്കുകയായിരുന്നു. 35-ാം ദിവസം ഡോക്ടർ വന്നു. ഇപ്പം ഞാൻ ഐസിയു എടുക്കുക. ഡോക്ടറോട് ഇങ്ങനെ കൈകൊപ്പി ഇങ്ങനെ കൂട്ടി പറഞ്ഞു, ഇതൊന്ന് ഊരാൻ കൈ കാണിച്ചെനിക്ക് മിണ്ടാൻ പറ്റില്ല, ഇത് ഊരാൻ പറയാൻ പറ്റില്ല. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, ഒരു കാരണവശാലും പറ്റത്തില്ല, കാരണം ഇദ്ദേഹത്തിന് കഫമെല്ലാം വലിച്ചെറിഞ്ഞ് ഈ ട്യൂബിൽ നിന്നാ, മറ്റു വയറ്റെല്ലാം തരുന്ന ട്യൂബിലൂടെ ലെക്കൂടെ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. മൂക്കിന് ട്യൂബ്,
കഴുത്തിന് ഇവിടെ തുളച്ചിട്ട് 2 ആണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ മനുഷ്യൻ പറയുമ്പോൾ ഊരാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഡോക്ടർ ഊരി തന്നു. ഊരി തന്നപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ച് അടച്ചു പിടിച്ചാൽ ചെറുതായി സംസാരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സാറേ എനിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ഭക്ഷണത്തെ ഓർഡർ ചെയ്തപ്പം പിന്നെ സിസ്റ്റർ അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ല പൈസ മുടക്കും, എനിക്ക് വേണമെന്ന് പറഞ്ഞു. കാരണം 35 ദിവസമായിട്ട് വെറും ലിക്വിഡ് മാത്രമേ ഇരുന്നുള്ളൂ. അങ്ങനെയാന്ന് ഭക്ഷണം കഴിച്ചു ഞാൻ. പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറിനെ പറഞ്ഞറിയാമോ, അപ്പൊ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ സമയത്ത് എന്നെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഞങ്ങൾ ബോഡി ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം മരിച്ചു വെക്കാൻ. അവിടെ തുറക്കാൻ നേരത്തെ എനിക്ക് വലിയ പ്രശ്നമായി പോയായിരുന്നു. എല്ലാവരും വിളിച്ച് പ്രാർത്ഥന പറഞ്ഞതായിരുന്നു. ദൈവം അവിടെ നിന്ന് വിടുവിച്ചതാ. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒരു മരുന്നൊന്നുമില്ല, നിങ്ങൾ ദൈവം നിങ്ങളെ രക്ഷിച്ചു, അതുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ പിന്നെ വെന്റിലേറ്ററിൽ നിന്നും ICUവിൽ നിന്നും ഒറ്റ ദിവസം റൂമിലേക്ക് മാറുള്ളൂ. പിറ്റേ ദിവസം അങ്ങനെ വിടാത്ത പക്ഷേ 2 പോയിക്കൊള്ളാൻ പറഞ്ഞു, മരുന്ന് തന്നെ പറഞ്ഞു വിട്ടു. പക്ഷെ ഡോക്ടർ കാര്യം പറഞ്ഞു, ഇനി മരണം വരെ നിങ്ങൾ ബെഡിൽ നിന്ന് അനങ്ങത്തില്ല, മരണം വരെ കിടപ്പ് കിടക്കേണ്ടി വരുന്നു. ഉടനെ അവിടെ കോഴിക്കോട് നിന്നൊരു ഹോസ്പിറ്റൽ കട്ടിലും അതിന്റെ സിറ്റുവേഷൻ എല്ലാം മേടിച്ചിട്ട് വീട്ടിൽ വന്നു. അപ്പൊ എന്നെ കുളിപ്പിക്കുന്നതും ബെഡിൽ കിടത്തി, എല്ലാം ബെഡിൽ കിടത്തിയാണ് ചെയ്തുകൊണ്ടിരുന്ന സമയം. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആഗ്രഹം വന്നു, ഞാൻ അതുവരെ ഇവാഞ്ചലിസം ചെയ്ത് വീടുകളിൽ പോയിട്ട് സുവിശേഷം പറയും, എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ദൈവമേ ഇനി എനിക്ക് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം, സ്ഥലങ്ങളിൽ പോയിട്ട് പ്രസംഗിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കോട്ടയത്ത് നിന്നൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, എപ്പോഴും ഞാൻ ബെഡിലാണ് കിടക്കണേ, എനിക്ക് വീഴ്ച കയറാൻ പറ്റുന്നത് ഒന്നും പറ്റില്ല, ബെഡിൽ കിടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിപ്പിക്കുന്നവരെ ബെഡില്ല. അപ്പം ഞാൻ പറഞ്ഞു മൈക്ക് സെറ്റ് ഉണ്ടാക്കി തരണം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞു, പിന്നെ അച്ചായൻ മുടക്കുമൂല എന്നാ മതി, ലാഭം തരണ പറഞ്ഞു. ആയിക്കോട്ടെ ഉണ്ടാക്കിച്ചു. 2 സൈഡിലും പിന്നെ ആംപ്ലിഫയറുള്ള ടൈപ്പ് ഉണ്ടാക്കിച്ചു. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, അച്ചായ പൈസ തരണ്ട, ദൈവാത്മാനോട് വേണ്ട പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, പണം മുടക്കാണെങ്കിൽ മേടിക്കത്തില്ല, അതുകൊണ്ട് പൈസ തരണ്ട, എനിക്ക് വേണ്ട, പൈസ മേടിക്കാൻ തന്നെ മതി എന്ന് പറഞ്ഞു. ദൈവലിക്ക് മുടക്കാൻ എനിക്ക് വേല ചെയ്യണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് നിന്ന് ഒരു ബസ്സിൽ കയറ്റിയിട്ട് വയനാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ഇന്ന ബസ്സിൽ സാധനം അവിടെ എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സെറ്റ് കിട്ടി. സെറ്റ് മാത്രം കിട്ടിയ കാര്യമില്ലല്ലോ. അപ്പോഴാണ് എനിക്കൊരു സ്കൂട്ടർ വേണമായിരുന്നു. അപ്പൊ അന്നത്തെ MP എന്നോട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞു, മുച്ചക്ര വാഹനം. അദ്ദേഹം തരാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് 100% ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് 100%. അപ്പം 100% ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് എൻ്റെ പിന്നെ സ്കൂട്ടറിന്റെ അപേക്ഷ അവർ തള്ളിക്കളഞ്ഞു, തരാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ അന്നേരം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, പിന്നെ ഡോക്ടർ പറഞ്ഞു, എന്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു പ്രശ്നം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, കൈകൊണ്ടിൽ വിളിക്കും, ഞാൻ എഴുത്തരാന്ന് പറഞ്ഞു. അവരെ എഴുതി തന്നിട്ട് എന്റെ അപേക്ഷ സ്വീകരിച്ചു. അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് സ്കൂട്ടർ പാസ്സായി കഴിയുന്ന സമയത്ത് ഞാൻ പിന്നെ മെഡിക്കൽ ബോർഡിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അവിടെ ചെന്ന് 5 ഡോക്ടർമാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ 5 ഡോക്ടർമാർ ഇരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു, എന്റെ ഡോക്ടർ 100% ഭിന്നശേഷി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അയാളെടുത്തിട്ട് 6 ഡോക്യുമെന്റ് എടുത്തിട്ട് അതിന്റെ സീനിയർ ഡോക്ടറിന് ഇട്ടുകൊടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടന് തരാൻ പറ്റത്തില്ല, ചേട്ടന് 100%, 95 ആണെങ്കിൽ 90 തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ ഇരുന്നു ചിരിച്ചോണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് ചിരിച്ചോണ്ട് അവിടെ ഇരുന്നു. 1.5 മണിക്കൂർ ഇരുന്നു. എന്റെ കൂടെ മറ്റുള്ള ആൾക്കാരെല്ലാം പലരും വന്നവർ, അവരൊക്കെ നടന്നും ഇതൊക്കെ വരുന്നവരാണ്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഞാൻ പോകേണ്ടത് ഡോക്ടറിനോട് പറഞ്ഞു, ചേട്ടനെ മുഖത്തോക്കി തരാതിരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഡോക്യുമെന്റ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു. അങ്ങനെ എനിക്ക് MP ഫണ്ടിൽ നിന്ന് ഒരു മുച്ചക്ര വാഹനം കിട്ടി. പക്ഷെ എന്നാലും എനിക്ക് പിന്നെ വീൽ ചെയറിൽ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ എന്റെ കട്ടിലിന് പിന്നെ ഹോസ്പിറ്റൽ കട്ടിലായതുകൊണ്ട് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നതാണ്. അതിനോട് പറഞ്ഞു വീൽ ചെയറിൽ കയറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ കട്ടിലിന് ഹൈറ്റ് കൂടുതലും വീൽ ചെയറിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ആ മനുഷ്യൻ ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞ് മാറി. അപ്പൊ പിറ്റേ ദിവസം പുള്ളി വരുന്നേക്കുമ്പോൾ ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ കട്ടിലിന്റെ കാലം മുറിച്ചു, വീൽ ചെയർ ലെവലാക്കി വെച്ചു. വീൽ ചെയർ ലെവലാക്കി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പറയുന്നത് വീൽ ചെയറിൽ കയറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എല്ലാം കഷ്ടപ്പെട്ടാണ് വീൽ ചെയർ കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കട്ടിൽ മാറ്റി വേറെ സാധാ കട്ടിലേക്ക് മാറി കഴിഞ്ഞ് പിന്നെ വൈഫ് ഓരോ കഷ്ടപ്പെട്ട് എന്നെ എടുത്ത് വീൽ ചെയർ കയറ്റാൻ തുടങ്ങി. അങ്ങനെ കയറ്റാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്കൂട്ടറിലും ഒരു കാറിന് സീറ്റൊക്കെ പിടിപ്പിച്ചു. മുച്ചക്ര വാഹനത്തില് അതിൽ ബെൽറ്റ് എല്ലാം പിന്നെ നടുവിനും പിന്നെ നെഞ്ചിനും
രണ്ട് കാലിലെല്ലാം ബെൽറ്റെല്ലാം കെട്ടി അതിൽ വൈഫ് കയറ്റി വിട്ടു. അതിന് പുറകില് പിന്നെ ഈ ആംപ്ലിഫയർ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ നെറ്റ് ബോൾട്ട് സെറ്റ് ചെയ്ത് സംവിധാനമാക്കി. അങ്ങനെയാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഏകനായി ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തോന്നി. കാരണം ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പിന്റെ ദൈവദാസനെ അത് നമ്മൾ ഉറപ്പാക്കേണ്ടി വരും. ഈ ലോകത്ത് നമുക്കൊന്നുമില്ല, ഈ ആയുസത്തെ ദിവസം പറയാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന്റെ വേല ഈ സമയം ചെയ്താല് അവിടെ ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് നല്ലൊരു ബോധ്യം വന്നു. അങ്ങനെയാണ് ഞാൻ സുവിശേഷയിൽ പോകാനും വളരെ ത്യാഗം സഹിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സുവിശേഷത്തിൽ പോകുമ്പോൾ ആ മുച്ചക്ര വാഹൻ റോട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ല, കാരണം ചെരിഞ്ഞു വീഴും. അന്നേരം ഞാൻ എന്ത് ചെയ്യും, റോട്ടിൽ തന്നെ ഇരുന്ന് പ്രസംഗിക്കും. അതുപോലെ തന്നെ ഞാൻ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത് തിരിക്കാൻ പറ്റില്ല, റിവേഴ്സ് വരില്ലല്ലോ. തിരിക്കാൻ പ്രയാസമായി കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടി കുടുങ്ങും. ചിലപ്പോൾ വേറെ വണ്ടിക്കാർ വരുന്നവരെ അവിടെ നിന്ന് നിൽക്കേണ്ടി വരും. അവർ വരുമ്പോൾ തിരിച്ചാക്കും. ഒരു ദിവസം ഞാൻ പോകുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് റോഡ് പൊളിഞ്ഞു കിടക്കായിരുന്നു. പൊളിഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ സ്കൂട്ടർ മറിഞ്ഞു വീണത് ഞാനടക്കം മറിഞ്ഞ് കാട്ടിനുള്ളിൽ പോയി. ഞാൻ അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി കേട്ടു. ആ ചേച്ചി കേട്ട് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആളെ ഒന്നും കാണാൻ, പിന്നെ തിരിച്ചു പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഉറക്കാനെ വിളിച്ചു വന്ന സമയത്ത് ഈ ചേച്ചി തിരിച്ചു വന്ന് നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ കിടക്കണമുണ്ട് കാട്ടിനുള്ളിൽ. ആ ചേച്ചി അവരുടെ അയൽവക്കത്തിലെല്ലാം അവിടെ ഒറ്റ ആണുങ്ങളില്ല, പെണ്ണുങ്ങളെല്ലാം കൂടി 10-15 പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്നു. ഇവരെല്ലാവരും കൂടി സ്കൂട്ടർ പൊക്കിയ കൂടെ തന്നെ ഈ കാറിന് സീറ്റിൽ ഫിറ്റ് ചെയ്യലിന്റെ നെഞ്ചിനും അരയ്ക്കും കാലിനെല്ലാം ഇതിനെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഈ സ്കൂട്ടർ പൊക്കിയ കൂടെ തന്നെ ഞാൻ പൊങ്ങി വന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പല സ്ഥലം. റോഡ് ചിലത്ത് കട്ടറം തിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ മൈക്കിൽ വിളിച്ചവരെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചവരും ആരെങ്കിലൊക്കെ വന്നിട്ട് എന്നെ പിന്നെ സ്കൂട്ടർ പുറകിലേക്ക് വലിച്ച് പിന്നെ ഞാൻ തിരിച്ചൊക്കെ തന്നെ സഹായിക്കും. അതുപോലെ ചില സ്ഥലത്ത് വരുമ്പോൾ നടുക്കിലെ ടയർ ചെയ്ത് കുടുങ്ങിയാൽ മറ്റേ രണ്ട് സൈഡിന് പവർലെസ് ടയറാണല്ലോ അതിൽ വിറ്റിരിക്കുന്നത്, വണ്ടി ബ്ലോക്ക് ആവും. അവിടെ ഇതുപോലെ മൈക്കിൽ ആരും വിളിച്ചു വരും, അല്ലെങ്കിൽ ആരും വരുന്നൊരു വെയിറ്റ് ചെയ്യും. ഇങ്ങനെ എല്ലാമായിരുന്നപ്പോഴും ഞാൻ ദൈവാലയത്തിലേക്ക് നന്നായി പിന്നെ ചെയ്യുന്നുള്ള ആഗ്രഹം കൊണ്ട് എന്ത് കഷ്ടം സഹിച്ച് ചെയ്യുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ എൻ്റെ കൂടെ സഹോദരന്മാരും വരും, ദേവദാസന്മാരും വരും, ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും പോയിക്കൊണ്ടിരുന്നു. എനിക്കൊരാഗ്രഹം, ദൈവമേ ഈ വേല ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. വൈഫിനാണെങ്കിൽ പറ്റിയാണ്ടായി ഇതിനെ സ്കൂട്ടറിലേക്ക് വലിച്ച് കയറ്റാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രയാസമാണ്. പിന്നെ റാമുണ്ടാക്കിയിട്ട് ഞാൻ വീൽ ചെയർ റാമ്പിന് മുകളിൽ കയറ്റി അതിനൊരു പലകയിട്ടിട്ട് അതിൽ നിന്ന് കയറ്റാൻ നോക്കും. അതും ചില സമയത്ത് അതിൽ നിന്ന് വീണിട്ടുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങളെ കഴിയുമ്പോൾ ദൈവത്തിനെ പ്രാർത്ഥിച്ച സമയത്ത് ഇങ്ങനെ യൂട്യൂബ് പരിധി തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു സ്കൂട്ടർ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം. അപ്പൊ എന്നെ പോലെ കിടക്കുന്ന കണ്ണൂർ പയ്യനുണ്ട്, അവന് കുറച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഡൽഹിയിൽ നിന്ന് ഈ റിക്ഷയുടെ സ്പെയർ പാർട്സ് മേടിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ബാറ്ററി കൊണ്ടുവന്ന് പൂനെയിൽ നിന്ന് പിന്നെ റാമ്പിന് സൗകര്യം കൊണ്ടുവന്നിട്ട് ഇവരും ഞാൻ കൂടെ കൂടിയിട്ട് അത് വെൽഡ് സ്റ്റോപ്പിൽ കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്ത് അങ്ങനെ ഒരു റിക്ഷ ഉണ്ടാക്കിയെടുത്തു. അതിൽ ബട്ടണിട്ട റാമ്പ് തുറന്നു വരും. എൻ്റെ വീൽ ചെയർ അതിലേക്ക് ഉരുട്ടി കയറ്റി അതിൽ പിന്നെ ബട്ടൺ ഇടുമ്പോൾ റാമ്പ് അടയും. അതിൽ കൂടെ പോയിട്ടാണ് ഇപ്പം ഇപ്പൊ രണ്ടാ കയ്യിൽ പുറകെ കയറിക്കാൻ സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി നാം ഇറങ്ങുമ്പോൾ, ദൈവത്തിന്റെ വേലയ്ക്ക് ലാഭേച്ഛയില്ലാതെ ഇറങ്ങുമ്പോൾ ഇത് വരുമാനം ഉണ്ടാക്കുന്ന മാർഗമല്ല, ഇത് കൊടുത്തു ചെയ്യേണ്ട വരുമാനമാണ്, ഇത് ചെയ്യേണ്ട കാര്യമാണ് ദൈവവേല. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമുക്കൊണ്ട് ഓരോരോ പുതിയ വഴികൾ തുറക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ വഴി നമുക്ക് പറയാൻ പറ്റുന്ന അത്ഭുതകരമായ വഴികൾ. എൻ്റെ കണ്ണുകൊണ്ട് ഇന്ന് ഞാൻ രുചിച്ചറിയുന്ന കാര്യമാണ് ദൈവത്തിന്റെ ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും. അങ്ങനെയാണ് ദൈവം എന്നെ വേലക്കാൻ ഒരുക്കിയത്. ഇന്ന് അനേകടങ്ങളിൽ പോയിട്ട് സുവിശേഷം പറഞ്ഞു. ഞാൻ മദ്യം മയക്കുമരുന്ന് പറ്റിയൊരു ബോർഡും വെക്കാറില്ല, അതിൽ സംസാരിക്കാറില്ല. കാരണം ദൈവരാജ്യ സുവിശേഷവും ക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമേ ഞാൻ പ്രസംഗിക്കാറുള്ളൂ. കാരണം എന്റെ ദൈവത്തിന് വിളി അതാണെന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. ദൈവത്തിന് പറഞ്ഞുകൊണ്ട് ബലവാനെ ലജ്ജിവൻ ബലഹീനം തിരഞ്ഞെടുത്തു, ഞാൻ ലജ്ജന്തയും ബോഷൻ തിരഞ്ഞെടുത്തു. ബലഹീനനും ബോഷനുമായ ഈ 60 വയസ്സുള്ള എന്നെ ദൈവത്തിനെ വേലയ്ക്ക് വിളിച്ചെങ്കിൽ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടെന്ന് എനിക്ക് ബോധ്യം വന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം വലിയൊരു മൃക്കം സംഭവിച്ചു പറഞ്ഞെങ്കിൽ മോൻ ലീവിന് വന്നിരുന്നു. അപ്പൊ അവനോട് പറഞ്ഞ ദുബായിലാ, എനിക്കറിയാം ദുബായിൽ നിന്ന് വരണം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു മോനോട്. അപ്പൊ മോൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാൻ പപ്പ എന്ന് പറഞ്ഞു. അവൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് 100% ബെനിഫിഷ്യറി സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ ബത്തേരി ഹോസ്പിറ്റലിൽ ചെന്നു, സർട്ടിഫിക്കറ്റ് തരത്തില്ല ഡോക്ടർ. മീനങ്ങാടി ഹോസ്പിറ്റലിൽ ചെന്നു, സർട്ടിഫിക്കറ്റ് തരത്തില്ല.
കൽപ്പറ്റ ചെന്നു. ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് തരില്ല, കാരണം 100% തന്നു നിൽക്കുന്നവനെ പ്ലെയിനിൽ കയറ്റി വിടണമെങ്കിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയി, എന്തെങ്കിലും പ്രശ്നം വന്നാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊക്കെ നിരാശപ്പെട്ടില്ല. ഞാൻ ദൈവം ഒരു വഴി തുറക്കും, എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലുണ്ട്, ഞങ്ങളുടെ മിലിറ്ററിന്റെ ഹോസ്പിറ്റലുണ്ട്, ആ ഡോക്ടറെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ സർട്ടിഫിക്കറ്റ് തന്നു. ആകെ 3 മണിക്കൂർ മാക്സിമം എനിക്ക് വിളിച്ചെടുക്കാൻ പറ്റുള്ളൂ, കൈ കൊടുത്തിരിക്കാൻ പറ്റത്തില്ല. ചർച്ചയിൽ പോയാൽ തന്നെ ഞാൻ 2-2.5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും എനിക്ക് പോരേണ്ടി വരും. വീൽ ചെയർ ഒരുമിച്ച് ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ പരിശോധന പോകുമ്പോൾ കുറെ നേരം ഇരിക്കാൻ വെച്ചില്ലെങ്കിൽ അരമണിക്കൂർ പ്രസംഗം കഴിഞ്ഞ പിന്നെ വണ്ടി ഓടുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ കളിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇരുന്നിരിപ്പിടിക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്, കാരണം വെയിറ്റ് മുഴുവനും വരികയല്ല, ഇങ്ങനെ ഇരുന്നിരിപ്പല്ലേ ഇപ്പം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ദുബായ് പോയിട്ട് വന്നു. അവിടെ ചെന്നിട്ട് ദൈവത്തിന്റെ കൃപയാൽ അത് പ്ലെയിനിലും പിന്നെ കോഴിക്കോട് എയർപോർട്ട് 3-4 മണിക്കൂർ ഇരിക്കണമെന്നും ദൈവത്തെ ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് ദൈവം സഹായിച്ച് അവിടെ പോകുവാനും, അവിടെ പോയിട്ടും ദൈവത്തിന്റെ വചനം പറയുവാനും, അവിടെ പാർക്കിൽ പോയിട്ടും അവിടെ എനിക്ക് സുവിശേഷം പറയാൻ കേട്ട് വന്നു. അതാണ് ഭയങ്കര. ദുബായിൽ നിന്ന് ആർക്കും അങ്ങനെ പറയാൻ പറ്റിയ സ്ഥലമല്ല. പാർക്കിൽ പോയിട്ട് അവിടെ ഇഷ്ടംപോലെ പിന്നെ ഹിന്ദിക്കാരുണ്ടായിരുന്നു, ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. എന്നെ അങ്ങനെ പ്രായമുള്ള അവരുടെ എല്ലാം സുവിശേഷം പറയാനും അവിടെ പാർക്കിൽ പബ്ലിക് പ്രാർത്ഥിക്കാൻ വരെ ദൈവം എന്നെ സഹായിച്ചു. അപ്പോൾ നമുക്കൊന്നേ പറയാനുള്ളൂ, ഈ നാം കർത്താവിന് വേണ്ടിയിട്ട് അവന്റെ നിന്ന് ചുമന്നുകൊണ്ട്, ദൈവത്തിന്റെ നിന്ന് ചുമന്നുകൊണ്ട് നാം പാളയത്തിന് പുറത്തു പോകാന്ന് പറഞ്ഞ പോലെ, നാം ദൈവത്തിന്റെ വചനവുമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നാം ലോകത്തിന് നമ്മളെ വിട്ട് പാലത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവവാസനെ. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ നെഞ്ചിനകത്ത് അന്നെടുക്കുന്ന മനുഷ്യനാണ്, 100% അന്നെടുക്കുന്ന മനുഷ്യനാണ്. പക്ഷേ എന്റെ സന്തോഷം നിങ്ങൾക്കില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എനിക്ക് പേര്, പ്രശസ്തി, സമ്പത്ത് 3 തരം ദിവസം 3 പ്രാവശ്യം 4 പ്രാവശ്യം പ്രാർത്ഥിക്കും. കാരണം ഇത് നമ്മൾ തെറ്റിച്ചളയും. പേരും പ്രശസ്തി സമ്പത്ത് വന്നാൽ നമ്മൾ ദൈവത്തിന് അകന്നു പോകും. ഇതല്ല നമുക്ക് വേണ്ടത്. ഞാൻ ദിവസം പ്രതി ദൈവത്തോട് രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഗുണം കിട്ടി പരസ്യം ചെയ്യാൻ വേണ്ടി എങ്ങനെ വേണം ഞാൻ അമ്പലത്തിന് മുന്നിലും പിന്നെ മോസ്കിന്റെ മുന്നിലും ഒക്കെ എന്ന പ്രസംഗം ഞാൻ പറഞ്ഞ, അമ്പലത്തിൽ ദൈവമില്ല, മോസ്ക് ദൈവമില്ല, പള്ളിയില്ല, പിന്നെ ആ ദൈവം മനുഷ്യ ഹൃദയത്തിലാണ് വസിക്കുന്നത്, ദൈവം ആത്മാവാണ്. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറയാൻ കാരണം ഇപ്പൊ ആരൊക്കെ ഇരിക്കുന്ന ഒരു പ്രശ്നം, പല പ്രശ്നമൊക്കെ വന്നായിരുന്നു. ഞാൻ പതറാതെ നിന്നുകൊണ്ട് ഇപ്പൊ പിന്നെ ഞാൻ റഷ്യയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഡ്രൈവിങ് എ വീൽ ചെയർ പേഷ്യന്റ്. അതിൻ്റെ അടിയിൽ എക്സ് ആർമി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയാ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ആരും ഞാൻ വണ്ടി എവിടെ നിർത്തി പ്രസംഗിച്ചാലും എനിക്കൊരു ഒബ്ജക്ഷൻ ഇല്ല. അതുപോലെ തന്നെ ഞാനിപ്പം ഏറ്റവും ഗുണം കിട്ടിയിട്ട് ഈ വണ്ടി ലോകത്ത് എങ്ങനെ ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് ആദ്യം വണ്ടിയാണ് ആൾക്കാർ വരും. അപ്പൊ എനിക്ക് സുവിശേഷം പറയുമ്പോൾ ഈ വണ്ടിന്റെ ഉള്ളും ബോറും സൈഡിൽ എവിടെ എഞ്ചിൻ എവിടെ ഇതൊന്നും കാണാൻ പറ്റില്ല, എല്ലാം ബാറ്ററി പിന്നെ ഒന്നും കാണാൻ പറ്റില്ല, പ്ലെയിൻ ആയിരിക്കുന്നില്ല, വീൽ ചെയറിൽ ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വണ്ടി കാണാൻ ആൾക്കാർ വരുന്നുകൊണ്ടും ഈ ആൾക്കാർക്ക് വചനം പറയുമ്പോൾ ശ്രദ്ധിക്കും. ഇപ്പം റോഡിന്റെ ഉള്ളിൽ വെച്ച് രക്ഷിക്കപ്പെടുത്താൻ കഴിയുന്നില്ല, അത് ദൈവത്തിന്റെ കൃപയാ ദൈവവാസന. അതുകൊണ്ട് എനിക്ക് എന്നെ കേൾക്കാൻ എല്ലാം പറയാനുള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ആയുസ്, നമുക്ക് തന്നിരിക്കുന്ന ദിവസം എന്താണെന്ന് പറയാൻ പറ്റില്ല. ദൈവത്തിന് വേണ്ടി വല്ലതും സമ്പാദിച്ചാൽ, അതുകൊണ്ട് പറഞ്ഞു ഒരാത്മാവിന്റെ വില സകല ലോകത്തിലും വലുത്, ഒരു പാവിയുടെ മാസം സ്വർഗം സന്തോഷിക്കുന്നു. നമുക്ക് ഇപ്പോഴും ആത്മാവിൽ തരാൻ കഴിയത്തുള്ളൂ. നാളെ നമ്മൾ ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 100% നെഞ്ചിനകത്ത് തറന്നു തന്നിട്ടും ഈ മനുഷ്യൻ ആത്മാവ് നേടുന്നുണ്ടെങ്കിൽ എന്നെ കാണുന്ന മറ്റുള്ളവർക്കൊരു കുറ്റബോധം വരണം, തീർച്ചയായിട്ടും വരണം. കാരണം ആരോഗ്യമുണ്ട്, ആയുസ് പിന്നെ ശക്തിയുണ്ട്, ബലമുണ്ട്, നടക്കാൻ കഴിയാം, എല്ലാ കഴിവുണ്ട്. നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, മുകളിലേക്ക് നോക്കിയല്ല നമ്മൾ യാത്ര ചെയ്യേണ്ടത്, മുകളിൽ ദർശിച്ചോട് താഴേക്ക് നോക്കണം. നമ്മളെയൊക്കെ താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ എല്ലാ ഉയരത്തിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ താഴെ നമുക്ക് കാണത്തുള്ളൂ. ഇപ്പൊ ഞാൻ നെഞ്ചിനകത്ത് പൂർണ്ണ തന്നു നിൽക്കുന്ന എന്നെപ്പോലെ ആയിരക്കണക്കിന് നോക്കുമ്പോൾ കഴുത്ത് മുതൽ തളർന്നുപോയ ആളുകളുണ്ട്, കഴുത്ത് മുതൽ പോയവര്. അപ്പൊ അവർക്ക് പിന്നെ ഒരു ഭക്ഷണം കഴിക്കണം, മറ്റൊരു വാരി കൊടുക്കണം. ആ അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. കാരണം നമ്മുടെ കൈകൊണ്ട് നമ്മുടെ ഭാര്യ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മറ്റൊരുത്തം വാരി കൊടുക്കേണ്ട അവസ്ഥ വന്നില്ലെങ്കിൽ ആ മനുഷ്യൻ നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവാനല്ലേ. അപ്പൊ നമ്മളെ എപ്പോഴും ചെയ്യുമ്പോൾ ദൈവസനെ ദൈവമക്കളോട് എനിക്ക് കേൾക്കുന്ന ദൈവമൊക്കെ പറയാനുള്ളത്,
ഒരിക്കൽ പോലും നാം ഉയരത്തിലേക്ക് നോക്കി എനിക്ക് ദൈവം കുറവ് തന്നെന്ന് ചിന്തിക്കാതെ ഉയരത്തിൽ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാം എത്ര ഉയരത്തിലാണെന്നൊക്കെ നമുക്ക് തോന്നാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് എല്ലാ ദൈവമക്കളും കർത്താവ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും എന്റെ സുവിശേഷം അറിയിപ്പിൻ, വിശ്വസിക്കുകയും സ്നാനം ഏൽപ്പിച്ച് രക്ഷിക്കപ്പെടും, അല്ലാത്ത ശിക്ഷ ചെയ്യപ്പെടും. ഈ വചനം ആർക്കുള്ളതാ? സകല രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് കടന്നു വരുന്ന എല്ലാ ദൈവമക്കും ബാധകമാണ്, അനേകം ശിക്ഷരാക്കുവാൻ ബാധകമാണ്. പക്ഷെ നാം എന്ത് ചെയ്യുന്നറിയാമോ? നമുക്ക് ഏറ്റവും പ്രയാസം വെച്ചിട്ടുണ്ടെങ്കിൽ, നാം രക്ഷിക്കപ്പെട്ടു, നാം ദൈവവചനം കേട്ടു, അറിഞ്ഞു, നമ്മൾ എന്ത് ചെയ്തു? ഞാൻ സേഫായി, അതുകൊണ്ട് ഇനി മറ്റാൾ രക്ഷിക്കപ്പെട്ടാലും വേണ്ട രക്ഷിക്കപ്പെട്ടാലും വേണ്ട എനിക്കത് ബാധകമല്ല, എനിക്ക് എൻ്റെ വഴി എന്ന ചിന്ത മാറണം. കാരണം നാമും ഈ രക്ഷയിലേക്ക് വന്നത് അഗ്നി നരകത്തിൽ പോകുന്ന നമ്മെ ദൈവരാജ്യത്തിലേക്ക് വരുത്തുവാൻ ദൈവത്തിന്റെ പാനന ആരെങ്കിലും നമ്മുടെ അടുത്ത് വിട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ വചനം കേട്ടിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ആ ദൗത്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ദൗത്യത്തിൽ നിന്ന് എനിക്ക് എല്ലാവരോടും കാല് പിടിച്ച് റിക്വസ്റ്റ് ഉള്ളതാണ്, ഇതെല്ലാവർക്കും ഉള്ളതാ. ഒരാളെങ്കിലും നിങ്ങൾ നമ്മൾ ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഒറ്റ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ അത്ഭുതം അടയാളം കണ്ടിട്ടല്ല ഈ ദൈവരാജ്യം വരേണ്ടത്. നമ്മുടെ ഹൃദയം നേരിലുള്ളതാണെങ്കിൽ ദൈവം വഴിയൊക്കെ. ഞാനൊരു ഉദാഹരണം പറയും ദേവസനെ. ഞാൻ ഗുണ്ടിൽപ്പേട്ടയില് ഒരു കർണാടകത്തില് ഞങ്ങൾ സുവിശേഷം പോയി. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു ടവാരയില്. അപ്പൊ ഞാൻ എവിടെ ചെന്ന് ശക്തമായിട്ട് സുവിശേഷം പറയും, പക്ഷെ എനിക്ക് തല്ലുകൊള്ളൂല. എവിടെ ചെന്ന് തല്ലുകൊള്ളത്തില്ല, ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഒരു സ്ഥലത്ത് ചെന്നപ്പം പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു പെണ്ണ് സ്ത്രീ പറഞ്ഞു എന്റെ വയറുവേന മാറി, ഒരു തലവേന മാറി എന്ന് പറഞ്ഞു. അപ്പം അത് നമുക്കറിയാം, ചുമ്മാ അത് സ്ത്രീകള് മാറിയില്ല അവർക്കൊരു അനുഭവം തോന്നും പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പിന്നെ ഭജൻകാലിന്റെ ഒരു പയ്യൻ, പുള്ളിക്ക് നടക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ, എന്നോട് നടക്കണം എന്ന് പറഞ്ഞു. എന്നെ നടത്തുമെന്ന് പറഞ്ഞു. എൻ്റെ അവിടെ പോകാൻ പറ്റുള്ളൂ പറഞ്ഞു. എൻ്റെ കൂടെ വന്ന് സകലം നിന്നിട്ട് അവരെടുത്ത് സ്ഥലം വിട്ടു. ഈ മനുഷ്യൻ വെട്ടറാക്കാൻ, ഇവൻ ചാവങ്ങ് നടക്കുന്നതാണ്, പുള്ളിക്കാൻ ചാവ വേണ്ടി നടക്കുന്നതാണ്. ഇവര് വിട്ടു, ഇവര് മാറിപ്പോയി. ഒന്നാലോചിച്ച എൻ്റെ അവസ്ഥ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്റെ കുറവ് നീ ഓർക്കരുത്, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഇവരറിയുവാൻ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചു, യേശുവിന്റെ സുവിശേഷം പറഞ്ഞു, വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ രക്ഷാവചനം ഏറ്റുപറയിക്കാണ്ട് ഞാൻ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാറില്ലായിരുന്നു. രക്ഷാവചനം ഏറ്റുപറഞ്ഞാൽ പ്രാർത്ഥിക്കത്തുള്ളൂ. അവനൊക്കെ രക്ഷാവചനം ഏറ്റു. ഇന്ന് യേശുവിനോട് മറ്റൊരു ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, യേശു മാത്രം ദൈവം എന്ന് പറഞ്ഞ് ഞാൻ രക്ഷാവചനം ഏറ്റുപറയിച്ചു. രക്ഷാവചനം ഏറ്റുപറയിച്ചിട്ട് പ്രാർത്ഥിച്ച മനുഷ്യൻ നടന്നു. അന്ന് തന്നെ ആ ദേശത്ത് അനേകം വീടുകളിൽ കൊണ്ട് രോഗികൾ വീട്ടിൽ കൊണ്ടുപോയി. എനിക്ക് സഭ പിന്നെ അവിടെ സംഘടിപ്പാൻ സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ വിളി അതല്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ പിന്നെ ഒരു സുവിശേഷനായിട്ടാണ് ഇതായിട്ട് ഞാൻ വിട്ടുപോകുന്നു. ഞാൻ ഇന്ന് കിടന്നിട്ട് എനിക്ക് മാറ്റം വരുന്നില്ല. എൻ്റെ വീട്ടിലൊരു പിന്നെ 2 ദിവസം ആമോസിംഗ് പാസ്റ്റർ ഇവിടെ താമസിച്ചു. ആമോസിംഗ് പാസ്റ്റർ അറിയോ? പിന്നെ അറിയാം. 2 ദിവസം എൻ്റെ വീട്ടിൽ താമസിച്ചു. ഒത്തിരി ദിവസം വന്നിട്ടുണ്ട്, താമസിച്ചു. 2 ദിവസം താമസിച്ചിട്ട് എൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ബെഡ്റൂമിൽ പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥിപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. 2 ദിവസം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, അച്ചായ ഞാൻ പ്രാർത്ഥിച്ച തങ്കുപത്ത് എഴുന്നേറ്റത്, നിങ്ങൾ എഴുന്നേക്കുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇതുപോലെ തങ്കുപത്ത് എന്തോ കൃഷിയുടെ കിടപ്പായിരുന്നു. എന്നിട്ട് പുള്ളി പ്രാർത്ഥിച്ച് എഴുന്നേറ്റിട്ടാണ് അറിയാം. തങ്കുപത്ത് അറിയില്ലേ? ഇദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഇദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഒരു വിഷമം. അപ്പൊ ഞാൻ ദൈവദാസനെ, ദൈവം എന്നെ കിടത്തിക്കൊണ്ടാണ് വേല ചെയ്യിക്കുന്നതെങ്കിൽ ദൈവദാസനിൽ ആരും പിന്നെ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ദൈവദാസന് നേരെ വന്നത്. ഒത്തിരി ദൈവദാസനെ പ്രാർത്ഥിച്ചു. പക്ഷെ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ വലിയ പ്രത്യേകത, ഞാൻ ദുബായി ചെന്നപ്പം അവിടെ ഒരു വലിയൊരു സംഭവം രസമുണ്ടായി. ഞാൻ ചെന്നപ്പം അത് വലിയൊരു സഭയാണ്. അവിടെ എനിക്ക് 1000-1500 പേര് കൂടെ വലിയൊരു സഭയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നു. പിന്നെ അപ്പൊ ആ ദേവദാസനും ദാസികളും കൂടിയിട്ട് കാറിൽ വരികയായിരുന്നു. വരുന്ന സമയത്ത് അവര് പറഞ്ഞു, പിന്നെ അച്ചായ ഇന്ന് ഒരു മുടന്നിനെ പോലും സൗഖ്യമാക്കിയിട്ടുണ്ടോ? പൗലോസും 10 ദിവസമൊക്കെ എത്ര പേര് സൗഖ്യമാക്കി. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, അതിന് നമ്മുടെ ചർച്ചിൽ ആരെങ്കിലും അങ്ങനെ വീൽ ചെയറിലോ ഞണ്ടോ എന്ന് പറഞ്ഞിട്ട് ആരും വരണ്ടേ, വന്നല്ലെങ്കിൽ സൗഖ്യപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞു.
വന്നപ്പോഴത്തെ പെടുത്തു എന്ന് പറഞ്ഞു. ഇവർ ഇതും പറഞ്ഞു ഒന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വീൽ ചെയറിൽ അവിടെ പോകുന്നു. അപ്പൊ ദൈവദാസൻ ഉറപ്പായി ദൈവം സംസാരിച്ചതാണ്. ഞാൻ ഇന്ന് എനിക്കൊരു അത്ഭുതം നടക്കുന്നു പുള്ളിക്കാർ മനസ്സിലായി. ആരാധന തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ ആദ്യം പബ്ലിഷ് ചെയ്തു. ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഭാര്യ സംസാരിച്ചു വന്നപ്പോൾ ഈ ഇദ്ദേഹത്തെ കാണുന്നത് വീൽ ചെയർ വരുന്നത്, ഇന്ത്യ ദൈവം എഴുന്നേക്കാൻ പോകുന്നത്, ദൈവം സൗഖ്യം തരാൻ പോകുന്നത്, ഭയങ്കര ആരാധന. ഇപ്പൊ എനിക്കൊരു വിശ്വാസം വന്ന് ഇന്ന് ഞാൻ എഴുന്നേക്കുന്ന എനിക്കൊരു വിശ്വാസം വന്നു. ഇനിയിപ്പോ ഞാൻ ഇതിന്റെ വിശ്വാസം എന്റെ സൗഖ്യം എന്നെ ദുബായ് കൊണ്ടിട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വിശ്വസിച്ചു. ഭയങ്കര ആരാധനയായിരുന്നു. പക്ഷെ ആരാധന എല്ലാവരും പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്ന ഒരു രക്ഷയില്ല. അവസാനം പാസ് വെട്ടി കുടുങ്ങി. പാസ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു, ഒരു കാര്യം നടന്നിട്ടുമില്ല. അവസാനം ഭയങ്കര വിഷമായി, സഭയ്ക്ക് മുഴുവൻ വിഷമം, പാസിന് വിഷമം, ആകെ വിഷമം. എനിക്ക് മാറ്റം വരുന്നില്ല. അപ്പൊ അന്നേരം പിന്നെ തിരുവനന്തപുരത്ത് ഒരു പ്രാസംഗിക ചെന്നാണ് പുള്ളിക്ക് സമയം കൊണ്ട് എനിക്ക് സമയം തന്നു ദൈവാസൻ. അപ്പൊ ഞാൻ ദൈവാസനെ പറഞ്ഞു, ദൈവാസനെ ദൈവത്തിന്റെ പദ്ധതിന് ഒരു മനുഷ്യനെ പറ്റിയിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ ഞാൻ എഴുന്നേറ്റ് നടന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ സമയത്ത് ദൈവം എന്നെ ചെയ്യുള്ളൂ. കാരണം ദൈവത്തിനെ കിടത്തിക്കൊണ്ട് എന്നെ ദുബായിൽ വിടാമെങ്കിൽ, കിടത്തിക്കൊണ്ട് ഇവിടെ ശുശ്രൂഷിക്കാൻ വിടാമെങ്കിൽ ദൈവത്തിന് പദ്ധതി ഉണ്ടാകൊണ്ട് അതേ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോഴാണ് ആ സഭയ്ക്കൊരു ആശ്വാസം വന്നത്. ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മള് പലപ്പോഴും എന്താ പറ്റുന്നറിയാമോ, ഒരു മനുഷ്യനെ കുറയുമ്പോൾ നമ്മളവിടെ കുറവ് ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ കുറവാണ് കണക്കൊണ്ടാണ് സംഭവിച്ചത്. ഇതാണ് നമ്മുടെ ഈ ബന്ധുക്കോസ് ഏറ്റവും വിശ്വാസം. ഒരു മനുഷ്യരുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ ദൈവം ശിക്ഷിച്ചതാണെന്ന് പറയിടും. അത് ശിക്ഷയല്ല. കാരണം ബൈബിൾ പഠിക്കുന്നുണ്ട്, പിന്നെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനെ തെളിയുന്നതിന് വേണ്ടി. നമുക്ക് കിരീടം വേണ്ടേ? ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമുക്ക് പിന്നെ ഈ ജീവിതം തന്നിരിക്കുന്നത് നമുക്കൊരു ട്രെയിനിങ് പീരീഡാ. ഞാൻ ആർമിയിലായിരുന്നു. അപാര ഹാർഡ് ട്രെയിനിങ് ആയിരുന്നു. ഏതാണ്ട് വർഷങ്ങൾ 10-40 വർഷം മുന്നുള്ള ട്രെയിനിങ്, ഭയങ്കര ഹാർഡ് ട്രെയിനിങ് ആയിരുന്നു. ആ ട്രെയിനിങ്ങിൽ പാസ്സായതുകൊണ്ടും ജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പിന്നെ കോഴിക്കോട് മിംസിൽ 12 ലക്ഷം രൂപ ട്രീറ്റ്മെന്റ് വന്നത്. 10 പൈസ എടുക്കാനില്ലാത്ത മനുഷ്യൻ. പക്ഷെ ട്രീറ്റ്മെന്റ് മുഴുവൻ ഫ്രീ ആയി കിട്ടിയത് ഞാൻ ആർമിയിലെ സർവീസ് കൊണ്ടാണ്. അവിടെ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജീവിക്കുന്നതിന് പെൻഷനും കൊണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ട്രെയിനിങ് പീരീഡാണ്. അതുകൊണ്ടാണ് സഹിഷ്ണുതയും സിദ്ധയെ കഷ്ട സന്തോഷിക്കുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളെ പലപ്പോഴും കേൾക്കുന്നറിയാമോ, നമ്മുടെ കഷ്ടത മാറി ഭൗതിക നന്മകളെ മാത്രമാണ് പ്രസംഗം കേൾക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഭൗതിക നന്മ അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ആത്മീയ നന്മകളാണ് വേണ്ടത്. ഇത് ഇന്ന് വിട്ടിട്ട് പോകേണ്ടി വരും. അപ്പോ ഒരു പിന്നെ ധനവാന് വിളവ് കൂടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ഞാൻ വലിയ ബിൽഡിംഗ് എല്ലാം പണം ഇത് സൂക്ഷിച്ചു വെക്കുക, അനവശം തിന്ന് സൂക്ഷിച്ചു വെക്കുക, എല്ലാ പരിസ്ഥിതിയും പറയാനുള്ളതാ. ദൈവനോട് മൂടാതെ വിളിച്ചത്. ഇന്ന് നിന്റെ ആത്മാവ് ചോദിച്ചു എവിടെ പോയി ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്ക് തന്ന ഇന്നെന്ന ആ ദിവസം ദൈവത്തിന്റെ വേണ്ടി ആത്മാക്കളെ നേടിയാൽ സ്വർഗത്തിലെ നമുക്ക് ഭയങ്കര നിശ്ചയമായി മാറും. ലജ്ജിക്കേണ്ടി വരത്തില്ല. നമുക്ക് കിരീടം വേണ്ടേ? കിരീടത്തിന്റെ കാര്യമുണ്ട്. ഇപ്പോ നമ്മളെല്ലാം യുദ്ധക്കളത്തിലാണ്. ഞാൻ കാർഗിൽ യുദ്ധത്തിലുണ്ടായിരുന്നു. നമ്മളൊക്കെ യുദ്ധക്കളത്തിലാണ്. ആ യുദ്ധത്തിൽ ഇപ്പൊ കാർഗിൽ യുദ്ധം നടന്നല്ല, ആ യുദ്ധക്കളത്തിൽ പോലെ മെഡൽ കിട്ടുന്നത്. ആർമിയിൽ പലരും കാണും, ബാംഗ്ലൂരുണ്ടാവും, കോഴിക്കോട്ടുണ്ടാവും, പിന്നെ തിരുവനന്തപുരത്തുണ്ടാവും, ഡൽഹിയിലുണ്ടാകണ്ട. പക്ഷെ ഈ യുദ്ധത്തിൽ ആര് പോയോ അവനാണ് മെഡൽ കിട്ടുന്നത്. ഇതുപോലെ വിശ്വാസി കുറെ ഉണ്ടാവും. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ദൈവത്തിന്റെ മക്കളാണെന്ന് കരുതുന്നവരുണ്ടാവും, ഉള്ളവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ആര് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു, യുദ്ധത്തിൽ ജയം പ്രാപിക്കുന്നു, അവനാണ് സ്വർഗത്തിൽ കിരീടങ്ങൾ ലഭിക്കും. അവനെ പോലീസ് പറഞ്ഞ് ഞാൻ നല്ല പോർ പൊടുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിക്ക് എനിക്കായി കാത്തിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, നമുക്കൂടി അതെല്ലാം അവകാശമാക്കണം. ഈ അവകാശത്തിന് വേണ്ടിയുള്ള യാത്രയായിരിക്കണം നമ്മൾ. അല്ലാതെ നമ്മൾ വലിയ മെർക്കിൾ കണ്ടും വലിയ ഇതുകൊണ്ടല്ല വരേണ്ടത്. നാം ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മളിപ്പം ഒരു മനുഷ്യൻ ഒരു ആദിവാസി മോനെ ജനിച്ചു, ഒരു മനുഷ്യൻ അംബാനിയുടെ അദാന്റെ മോനെ ജനിച്ച മകനെന്തോ പിന്നെ ചെയ്ത് ഒന്നും ചെയ്തിട്ട് ജനിച്ചു. ഒരുത്തൻ പട്ടിണിയായിരുന്ന ജീവിതം പോയി, ഒരുത്തൻ സമ്പന്നമായ ജീവിതം പോയി. ഇതുപോലെ നാം അവിടെ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ ധനവാനായിട്ട് പോകുന്നെങ്കിൽ ഇഷ്ടകാലം നമ്മുടെ കാലം മുഴുവൻ ദൈവത്തിന്റെ കൂടെ നമുക്കെല്ലാം ആ കിരീടങ്ങൾ പ്രാപിച്ചെടുക്കാം.
അല്ലാണ്ട് നമ്മൾ കള്ളൻ മാനസാന്തരപ്പെട്ടു, ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് എന്നോട് പ്രതീക്ഷയായിരിക്കും, പക്ഷെ അതിന്റെ പ്രതിഫലം ഉണ്ടാവില്ല. അവനോട് ചെന്നു, പക്ഷെ യൂത താല്പര്യം അവനോട് ചെന്നു. അപ്പൊ നമ്മൾക്ക് അതുകൊണ്ട് നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എന്തോ ഓർക്കാന്ന് പറയണെങ്കിൽ സൃഷ്ടാവ് പറഞ്ഞിരിക്കുന്ന വചനം അനുസരിക്കുക എന്നുള്ളതാണ്. ഓർക്കുക എന്ന് പറഞ്ഞാൽ വചനം അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അല്ലാണ്ട് കർത്താവി എന്ന് പറയാൻ ഏവനുമല്ല. എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നത് സ്വർഗത്തിന് വേണ്ടത്. അപ്പൊ ദൈവത്തിന് ഇഷ്ടം എന്തുവാ? അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജോലി അതെന്തും ആയിക്കോട്ടെ, A to Z, അത് എല്ലാവരും വിശ്വസ്തോട് ചെയ്താൽ, സത്യസന്ധയോട് ചെയ്താൽ ദൈവ രാജ്യത്തിൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. അവിടെ പ്രതിഫലം നമുക്ക് എടുക്കും. ആ പ്രതിഫലം എടുക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ആർമിയിൽ സർവീസ് ചെയ്യുന്നു, അവിടെ നമ്മൾ ചെന്ന് നമുക്ക് ഒരു ജോലി ചെയ്യാണ്ട് എവിടെയെങ്കിലും ഇപ്പോൾ സ്ഥലത്തൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് തിരിച്ചു വരുന്ന പോലെ പിന്നെ നമുക്ക് എന്ത് ഗുണമുണ്ട്? അവിടെ ചെന്ന് നമ്മൾ അധ്വാനിച്ച് മെറ്റലുകളൊക്കെ മേടിച്ചു നമുക്ക് ഭയങ്കര പ്രൗഡുണ്ട് ഇല്ലേ? ഇതുപോലെയാണ് ദൈവ രാജ്യത്തിൽ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും പറയാൻ എനിക്കൊന്നേ ഉള്ളൂ, നമുക്ക് തന്നിരിക്കുന്ന ആയുസ് നമുക്കറിയത്തില്ല. കള്ളം തിരക്കൊന്നും പുഴുവരിക്കുന്ന ഭൂമി നിക്ഷേപിക്കാതെ, കള്ളം തിരക്കാതെ പോലെ സ്വർഗത്തിൽ നിക്ഷേപിക്കണമെങ്കിൽ ആത്മാക്കൾ നേടണം. അതിന് ശാരീരിക ബലഹീന പ്രശ്നമല്ല എന്ന തെളിവാണ് ദൈവം എന്നെ കാണിച്ചിരിക്കുന്നത്. കാരണം 100% സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സർട്ടിഫിക്കറ്റ് കയ്യില്, എല്ലാ കാര്യങ്ങളും ബെഡിച്ചേണ്ട അവസ്ഥകൾ, ഭാര്യ എടുത്തിട്ട് വീൽചെയറിന് സ്കൂട്ടർ ഇരുത്തേണ്ട അവസ്ഥകൾ. എന്നിട്ടും ഈ കൊടും വെയിലത്തും ഈ മഴയത്തും ഈ വചനമായി പോയിട്ട് പബ്ലിക്കെ പറഞ്ഞ് നിങ്ങൾ തല്ലിയോ വെട്ടിയോ വെടിവെച്ചോ നിങ്ങൾക്ക് പരാതിയില്ല. ഒന്നോളം പറഞ്ഞ് പബ്ലിക്കായിട്ട് ലോകത്ത് വെല്ലുവിളിച്ചോണ്ട് വിഷയം എന്ന് പറയുമ്പോ ഇതെങ്കിലും അനേകർക്കൊരു പ്രചോദനമായി മാറുവാണ്. എനിക്ക് ലോകത്തെ പേര് വേണ്ട, ലോകത്തെ പ്രശസ്തി വേണ്ട, ലോകത്തെ സമ്പത്ത് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പബ്ലിക് പറയാനുള്ള കാര്യങ്ങളാണ്. ഞാൻ ആദ്യം പരിശോധന ഇറങ്ങിയ സമയത്ത് ഞാൻ മൊബൈലിലാണ് പാട്ടിടുക. പാടാനുള്ള കഴിവൊന്നും എനിക്കില്ല, പ്രസംഗം മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആദ്യം കാണുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് കഴിഞ്ഞപ്പോ ഓട്ടോക്കാർ കുറേക്ക് ഒരു കൂടി, ഇവരങ്ങ് ഡാൻസ് കളിക്കാൻ തുടങ്ങി. പക്ഷെ മ്യൂസിക് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പാട്ടിന്റെ റൂട്ട് മാറി. അവർ വിചാരിച്ചു ഞാൻ ഈ പൈസക്ക് വേണ്ടിയിട്ട് തളർന്നിടക്കുന്ന ആളല്ലേ, അപ്പൊ പാട്ടും പാടി പൈസക്ക് വന്നായിരിക്കും വെച്ചിട്ട്. അപ്പൊ അവർക്ക് മാറ്റി റൂട്ട് മാറി, പാട്ടിന്റെ രീതി മാറി, ക്രിസ്ത്യൻ പാട്ടാന്നുള്ളത് അത് നിർത്തി. പിന്നെ വചനം കേൾക്കാൻ തുടങ്ങി. ഞാൻ ഈ പ്രസംഗം ഒത്തിരി പേര് എനിക്ക് 100 റാമ്പൂരിയൊക്കെ എടുത്തുകൊണ്ട് വരും. ഞാനിത് മേടിക്കാറില്ല, കാരണം മണത്തിനല്ലോ നമ്മൾ പോകുന്നത്. പിന്നീട് ആൾക്കാർക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു സുവിശേഷകനാണെന്നുള്ള കാരണം എന്താണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒന്നുമില്ലെങ്കിലും സമ്പത്ത് നിന്ന് വരാൻ നാളെ പോവാം, പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനാൽ നന്നായിക്കപ്പെടണം. ദൈവത്തിന് ശക്തിയാണ് വേണ്ടത്. നമുക്ക് ജഡത്തിന് ശക്തി പോകും. ഇത് മണ്ണിനെടുത്തത, ഇത് മണ്ണിലേക്ക് പോകും. ഇതിന് ആരോഗ്യം ഉണ്ടായാലും കുഴപ്പമില്ല, ആരോഗ്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഉള്ളിൽ ഒന്നുണ്ടല്ലോ, അത് പരിശുദ്ധാത്മാവില്ലാതെ നിറയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ എനിക്ക് മാത്രം അപേക്ഷയുള്ളൂ, ആരും നശിച്ചു പോകരുത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തോരം നല്ല ദൈവം തന്നൊരു മഹത്വമായ കാര്യം എന്ന് പറയുമ്പോൾ ആത്മാവ് നേടുക, സ്വർഗരാജ്യം നിക്ഷേപിക്കുക. അതൊരിക്കലും കള്ളം കൊണ്ടുപോകത്തില്ല, പുഴുവനിക്കത്തില്ല, ഒന്നും കൊണ്ടുപോകാതെ സ്വർഗം നിക്ഷേപിക്കാതെ എപ്പോ നിക്ഷേപിക്കും? അതിന് 10 വയസ്സ് പ്രശ്നമല്ല, 50 വയസ്സ് പ്രശ്നം, 60 വയസ്സും പ്രശ്നമല്ല. പക്ഷെ ചെയ്യാൻ തിരുന്നു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞിന് എന്ത് ചെയ്യും? നാളെ കഴിഞ്ഞിന് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഇന്ന് എന്നെ കേൾക്ക, ഇന്ന് തീരുമാനിക്കണം. ദൈവമേ, ആ 100% തറന്നിടക്കുന്ന ഒരു മനുഷ്യൻ ഈ അവസ്ഥയിലും മലമൂത്ര ബെഡിച്ചേണ്ട അവസ്ഥയിലും ഈ ദൈവത്തിന് വേണ്ടി ദേശം ലജ്ജയില്ലാതെ ഞാൻ ചോദിക്കുക, ജനം പറയില്ല ഇയാൾക്ക് ഭ്രാന്തല്ല, ഇയാൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോരെ, ഞങ്ങളില്ലേ ഇവിടെ പ്രസംഗിക്കാൻ എന്ന് എത്രയോ പേര് പറയുന്നുണ്ട്. ഞാനൊരിക്കലും സുവിശേഷത്തിലേക്ക് പോയ സമയത്ത്, പരിശോധന പോയ സമയത്ത് ഒരു വീട്ടിൽ ചെന്നു. അപ്പൊ എന്നോട് പോയപ്പോ തന്നെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ആ ഭാഗത്തേക്ക് അച്ഛനെ വിട്ടാൽ മതി, വേറെ പോകത്തില്ല പറഞ്ഞു. ഇന്ന് പരസ്പരം പോകുന്ന മുന്നേ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ ഞാനൊരു സഹോദരൻ സുവിശേഷം പറഞ്ഞപ്പോ ഭർത്താവ് കയറി, 10 വയസ്സ് പയ്യന കയറി വന്നിട്ട് 2 തെറി പറഞ്ഞു വന്നു. ആദ്യമായിട്ട് 2 തെറി അന്നേരം കേൾക്കുന്ന കേട്ടോ, അതിന് വേണ്ടി എന്നെ തല്ലുതെറിയോട്ടും പറഞ്ഞില്ല. അപ്പൊ ഈ സഹോദരൻ ചോദിച്ചു, അങ്ങനെ നല്ല കാര്യമില്ല പറഞ്ഞു, അങ്ങോട്ടോട്ട് എന്തിനാ തെറി പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ഈ വ്യക്തി ആ ഭാര്യനോട് പറഞ്ഞു, മാവിച്ച് തെറി കയറിപ്പൊടാകത്തെന്ന് പറഞ്ഞു. എടുത്ത വാക്കിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ വഴക്കൊണ്ട് ഞാൻ വയനാട്ടിൽ ഒരു മിലിറ്ററിക്കാരനെന്ന് പറഞ്ഞു. അടുത്ത വാക്കെന്താ പറഞ്ഞു, കയറിക്ക് സാറേ എന്നായി തെറി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് വചനം കേൾക്കാൻ ഇരിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു,
നിങ്ങൾ വെള്ളത്തിൽ മുക്കി പിടിച്ച് ദൈവത്തെ കാണണ്ടോ എന്ന് പറയുമ്പോൾ ദൈവത്തെ കണ്ടു പറയുമ്പോൾ പിന്നെ വെള്ളത്തിൽ പൊക്കെന്ന് പറഞ്ഞു. സ്ഥാനത്ത് പിടി ക്ലാസ് എടുത്തു. പിന്നെ ചോദിച്ചു, നിങ്ങൾ ദൈവം പിന്നെ ഒച്ചപ്പാട് പ്രസംഗിച്ചാൽ പിന്നെ പ്രാർത്ഥനയിൽ കേൾക്കത്തുള്ളൂ? അല്ല. ഞാൻ പറഞ്ഞു, അതല്ല. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവരും പലരും ചില ഒച്ചയിലായിരിക്കും, ചില സൗകര്യത്തിലായിരിക്കും, അങ്ങനെയൊക്കെ വരും. മുഴുവൻ ക്ലാസ് ചായം കുടിച്ചു വന്നു. ദൈവത്തെ നാം ഉയർത്തിയാൽ, ഞാൻ എത്രയോ സ്ഥലം പരിശോധന പോകുന്ന ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് എനിക്ക് ചായം പഠിച്ച മുസ്ലിംസ്, ഹിന്ദുക്കള് അമ്പലത്തിൽ പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ടാ? കാരണം ദൈവത്തിന്റെ വചനം എടുത്തു കഴിഞ്ഞാൽ ദൈവനെ സൂക്ഷിക്കാൻ ശക്തനാ. ദൈവം അവന് വേണ്ടി ഒരുക്കുന്ന വഴികൾ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ പ്രശ്നം വരും. ഞാൻ പബ്ലിക്കായി പറയുന്നുണ്ട്, എനിക്ക് പേരോ പ്രശസ്തിയോ സമ്പത്തിനു വേണ്ടി വരുന്നതല്ല. നിങ്ങൾ തല്ലി കൊന്നാലും വെടിവെച്ചാലും സന്തോഷം സ്വീകരിക്കാൻ വന്നതാ. പിന്നെ ആരാ വരിക? നമ്മൾ അങ്ങനെ ഉള്ള മനുഷ്യനോട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ വരത്തില്ല. ഇതുപോലെ 1-2 സ്ഥലത്ത് ഇതുപോലെ സമയത്ത് ചില സ്ഥലത്ത് നിർത്താൻ വന്നു, നിർത്തിക്കാൻ വന്നു. അവർ ഇന്നും ആരെയും പ്രസംഗിക്കാൻ സ്ഥലങ്ങളൊക്കെ വെച്ച് പ്രസംഗിക്കുമ്പോൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് തോന്നി ഞാൻ 3 പാസ്റ്റർ, 2 പാസ്റ്ററിനെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രസംഗം നിർത്താൻ പറഞ്ഞു. ഞങ്ങൾ ഈ മുണ്ടെല്ലാം പൊക്കി പിടിച്ച് മൊബൈലും വെച്ച് വന്നു. അപ്പൊ അവരോട് പറഞ്ഞു നിർത്താൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ആ പ്രസംഗം പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചക്രവർത്തി പ്രസംഗം ചോദിക്കാറുന്നു. ഈ മനുഷ്യ അടുത്ത് ഞാൻ പറഞ്ഞു, എന്റെ നല്ല പ്രായം മുഴുവൻ ഇന്ത്യ ആർമി സേവന ഒരു മനുഷ്യൻ ഒരൊറ്റ അപകടം ഇതാക്കുന്ന മലബോധം വെട്ടിക്കിടക്കുന്ന അവസ്ഥ, നാളെ ആർക്ക് വരും എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ വന്ന മനുഷ്യൻ അതുപോലെ മുണ്ടും താത്തിയിട്ടിട്ട് തിരിച്ചു വന്നു. ഇങ്ങനെ ഇന്ന് വരെയുണ്ട അനുഭവം മുഴുവൻ അങ്ങനെയാ. അപ്പൊ ദൈവത്തെ ഓർത്തുമ്പോൾ ദൈവം നാളെ പ്രൊട്ടക്ഷൻ തരും. ആദ്യം ആ രാജ്യം നീതി അന്വേഷിക്കണം നമ്മൾ. അതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു കാഴ്ചപ്പാട്ടിലേക്ക് വളരെ ആഗ്രഹമുണ്ട്. നമുക്ക് എത്ര പ്രായമായില്ലേ, എത്ര അവസ്ഥയായില്ലേ. അതെ, ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ജീവിതാനുഭവങ്ങൾ, പ്രത്യേകിച്ചും ഒരു ശരീരത്തിന് 100% ഡിസബിലിറ്റി വന്നിട്ടും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ പിന്നെയും പ്രിയ ദേവദാസൻ മുൻപോട്ട് കാലുകൾ വെക്കുകയായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വയനാട് മലമ്പ്രദേശമാണെന്ന്. ഞാൻ പ്രിയ റോയിച്ചാൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പേജിൽ അവിടുത്തെ ഒരു പ്രൊഫൈൽ പിക്ചർ കണ്ടു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയൊരു മലയുടെ മുന്നിൽ ഇരിക്കുന്ന പിക്ചറാണ് കൊടുത്തേക്കുന്നത് അല്ലേ? വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള മലയാ. അപ്പോൾ ആ മല ഒരു വെല്ലുവിളിയല്ല, മറിച്ച് ദൈവത്തിന്റെ സ്തോത്രം. ഞാനത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. ആ മലയിലുള്ളതുകൊണ്ട് എനിക്ക് ചൂട് കുറവാ. മല തട്ടിയിട്ട് ചൂട് കുറവാ, തണുപ്പുള്ള സ്ഥലമുണ്ട്. ഓ ശരി, നമ്മുടെ വീട്ടിലോട്ട് ചൂട് അടിക്കത്തില്ല, അതുകൊണ്ട് മലയുടെ തണലുള്ളത് കൊണ്ട്. വൻ പർവ്വതങ്ങൾ നമുക്ക് തണലാണെന്ന് അർത്ഥം. അതെ, അതോടൊപ്പം തന്നെ യുഗങ്ങളുടെ പാറയാകുന്ന കർത്താവും നമുക്ക് തണലാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്ന എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലെ അതിമനോഹര പാറ, ഇതിൻ്റെ മുകളിൽ കയറിയാൽ അതിമനോഹരമാണ്. എന്തെങ്കിലും കയറിയിട്ടുണ്ടോ? ചെറുപ്പകാലത്ത് കയറിയിട്ടുണ്ടാകാം അല്ലേ? ദൈവത്തിന് സ്തോത്രം. വീൽ ചെയറിലിരിക്കുന്ന ഒരു ചിത്രമൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാഹനം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെന്നാണ് പറഞ്ഞതല്ലേ? സ്വന്തം അതെ അതെ. നമ്പർ പ്ലേറ്റ് കിട്ടത്തില്ല. ആഹാ, ഓ അത് ശരി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ. അത് പിന്നെ നമ്മുടെ എൻജിൻ എന്തോ അതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത് ബാറ്ററിയാ. ഓ ശരി, ഓക്കെ. നമുക്ക് ആ വാഹനം കൂടെ ഒന്ന് കാണാം. വാഹനം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റോയി ചാൻ്റെ തന്നെ ഫേസ്ബുക്കിൽ നിന്നാണ്. നിങ്ങൾ എന്റെ ഹൃദയം തുറന്നാൽ ഞാൻ നിന്റെ അകത്ത് വരാമെന്ന്. അതേ സ്നേഹിത, യേശു താങ്കളുടെ അകത്ത് വരുന്നത് ഈ ജീവന്റെ വചനത്തിലൂടെയാണ്. ഇന്ന് ഈ വചനങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ സ്വീകരിച്ചാൽ ഇന്നാണ് രക്ഷ, നാളെ ഇന്നാണ് രക്ഷ. അത് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യം നാം മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം? അതേ സ്നേഹിത, നാം പോകുന്ന വഴി തെറ്റായ വഴികളാ, നാം പോകുന്ന വഴി പാപത്തിന്റെ വഴികളാ. മടങ്ങിവ, പാപത്തെ വിട്ട് മടങ്ങിവ. എന്നിട്ടോ ദൈവത്തോട് പാപത്തെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ദൈവമേ, ഞാൻ പാപിയാകുന്നൊരു മനുഷ്യനാണ്, എനിക്കൊരു പാപമോചനം വേണം. ഇത് പറഞ്ഞ് ഉപേക്ഷിച്ച് ഈശ്വരനിലേക്ക് ഒന്ന് രക്ഷിക്കപ്പെട്ട രക്ഷ. രക്ഷ എന്നാൽ പാപത്തിന് വിടുതല, രക്ഷ. ശരി, അപ്പം നമ്മൾ ആ വീഡിയോ കണ്ടു. അച്ഛൻ പറഞ്ഞത്, അച്ഛന് പല അസുഖങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലയോ?
ഉണ്ട്. ഓക്കെ, ദൈവികമാകുന്ന സൗഖ്യവും വിടുതലും എല്ലാം കർത്താവ് വെളിപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ ഒരു നമ്മുടെ സെഷൻ്റെ ലാസ്റ്റിൽ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പ്രിയ റോയിച്ചാൻ്റെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് തയ്യാറായി സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ സ്കൂട്ടറിൽ കയറി പോകുന്നൊരു രംഗമുണ്ട്. ആ വീഡിയോയും കൂടെ ലാസ്റ്റിൽ നമുക്ക് കാണാം. എന്താണെങ്കിലും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പൂർണ്ണ ആരോഗ്യമുള്ളവർ പലരും കർത്താവിൻ്റെ വേലയ്ക്ക് ചുവടുകൾ വെക്കുവാൻ തയ്യാറാകാതിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട റോയി TC എന്ന റോയി വയനാട് തൻ്റെ പരിമിതമാകുന്ന ചലനശേഷി ഉപയോഗിച്ച് അരയ്ക്ക് താഴെയല്ല, നെഞ്ചിന് താഴെ ചലനശേഷി ഇല്ലാത്ത, സ്പർശനശേഷി ഇല്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിലും നല്ല ഒരു സുവിശേഷകനായിട്ട് പല സ്ഥലങ്ങളിൽ ആ ഒരു പ്രത്യേക വാഹനം ഓടിച്ച് കർത്താവിനെ സാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങളൊരു കൺക്ലൂഷനായിട്ട് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന്, അദ്ദേഹം പട്ടാളത്തിലെ സേവനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അല്ലാതെ അസുഖമായ ശേഷമല്ല കർത്താവിൻ്റെ വേല ആരംഭിക്കുന്നത്. അങ്ങനെ വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹം, അതുകൊണ്ടാണ് പിന്നെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയത്. അപ്രകാരമുള്ള ഒരു ജോലി സ്ഥലത്ത് വെച്ചാണ് തനിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. കർത്താവിന് വേണ്ടി നിസ്വാർത്ഥമായിട്ട് സേവനമനുഷ്ഠിക്കുന്ന അനേക ദൈവമക്കൾ ഇന്നുമുണ്ട്. അവരിലൊരാളാണ് പ്രിയപ്പെട്ട റോയിച്ചാൻ. ആ അപകടത്തിന് ശേഷവും അത്ഭുതകരമായി കർത്താവ് തന്നെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നു. അനേക ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥനയിലൂടെയുള്ള സൗഖ്യം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് തൻ്റെ ജീവിത സാഹചര്യത്തിലും കർത്താവിൻ്റെ വേല തുടരുവാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ദൈവിക മഹത്വമാണ്. പലരും ആ ഒരു അനുഭവത്തോടു കൂടെ വീട്ടിലിരുന്നു പോവും, പിന്നെ മുൻപോട്ട് കാലുകൾ വെക്കുകയില്ല. കർത്താവിനെ പരാതി പറയും, കർത്താവിനെ പഴിചാരും. എന്താ എനിക്ക് സൗഖ്യം തരാഞ്ഞത്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ലാതെ ഇന്നും താൻ ആഗ്രഹിച്ച ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ തന്നാൽ ആവോളം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം, പരസ്യയോഗങ്ങളിൽ താൻ വ്യക്തമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നു. അതിൽ താൻ അഭിമാനിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. റോയിച്ചാൻ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം, ഈ പറഞ്ഞത് കൂടാതെ. പ്രത്യേകമൊന്നും ആണില്ല, എനിക്ക് ഒത്തിരി എല്ലാവരും ദൈവത്തിന്റെ വേല ഇവിടെ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ള മെയിനായിട്ട്. എല്ലാവരും, കാരണം ഇതൊരു നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കുള്ള മെയിനായിട്ട് പഠിക്കുമ്പോൾ നമുക്കറിയാം ദൈവരാജ്യത്തിൽ നമുക്ക് കിരീടം ഉണ്ടെന്ന് അറിയാമല്ലോ. നമ്മളിത് വിശ്വസിച്ചിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അവിടെ കിട്ടാണ്ട് പോയാൽ പിന്നെ നമുക്ക് കിട്ടിയാൽ അവിടുത്തെ വഴിയില്ല. അതിവിടെ വഴിയുള്ളൂ. അതുകൂടി നാം നേടണം, അതുകൂടി എല്ലാം നേടണം. അവിടെ ചെന്നിട്ട് നമ്മൾ പിന്നെ ഈ കള്ളം പോയ പോലെ അവർ കഷ്ടിപ്പ് കയറി പറ്റിയോണ്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ യുഗം മുഴുവനും പിന്നെ നമ്മൾ ലജ്ജിക്കേണ്ട ഗതിയിൽ വരാതിരിക്കുന്നുണ്ട്. ഇവിടെ കിട്ടിയ സമയം നമ്മളിത് നേടുക, ഇവിടെ കിട്ടുന്ന സമയം. അങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ നല്ല പുറപ്പെടുത്ത് ഓട്ടം വിശ്വാസം നീതിക്കാത്തെന്ന് പറഞ്ഞ് ഇവിടെ പോകാൻ കഴിയും. ഇല്ലെങ്കിൽ അവസാനം നമ്മള് മരണക്കിടക്കെ കിടന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്റെ കുറ്റങ്ങൾ ഓർക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ട് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുന്നേക്ക് നല്ലത് ആയുസിൽ ചെയ്തിട്ട് പോകാൻ നേരത്ത് സന്തോഷിച്ചുകൊണ്ട് അക്കരനാട് കണ്ടിട്ട് അങ്ങനെയല്ലേ. നല്ല വലിയൊരു ദിവസന്മാരെല്ലാം എത്രയോ പേര് പോകുന്നൊക്കെ അങ്ങനെയല്ലേ. അപ്പൊ അവിടെ നമ്മൾ അത് ചിന്തിച്ചുകൊണ്ട് നമുക്ക് അവസാന നിമിഷം പറക്കാം. അതെ, ദൈവത്തിന്റെ ആയുസ്സ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. നമ്മുടെ പരിമിതികളെ കുറിച്ച് നാം പറഞ്ഞുകൊണ്ട് പഴിചാരിക്കൊണ്ടിരിക്കരുത്. ദൈവം അറിയാണ്ടെന്ന് ദൈവമാർക്ക് ഒന്നും വരത്തില്ല, ദൈവം അറിയാണ്ട് ചുക്കും വരത്തില്ല. അവിടെ നമുക്ക് നമ്മളത്തെ ഒന്ന് ദൈവം അറിയുന്ന വരത്തുള്ളൂ. അപ്പൊ ദൈവത്തിന് അതുകൊണ്ട് ആ ദൈവത്തോട് ദൈവം. അതെ, കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, ചുരുക്കമായിട്ട് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, അവരുടെ വിശ്വാസത്തിന്റെ ബലത്തിന് വേണ്ടി അച്ഛൻ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവ സ്വർഗീയ പിതാവേ, അപ്പ ഈ ദേവദാസനെയും തന്റെ കർത്താവിയ ചാനലിനെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പ ഈ വചനം കേൾക്കുന്ന കർത്താവ് സാക്ഷ്യം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവത്തിന് ആത്മ പരിവർത്തിക്കണം കർത്താവെ. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച് അതേ ആത്മ പരിവർത്തിച്ച്
അവരുടെ ഹൃദയത്തിനുള്ളിലേക്ക് ദൈവം വസിക മന്ദിരമായി ആലയമായി മാറത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങൾ ഒരുക്കണം കർത്താവേ. ദൈവമേ, ഈ ലോകത്തിലുള്ളതിനേക്കാളും വിലയുള്ള ദൈവ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനും കർത്താവെ ആ ദൈവരാജ്യത്തിന് വിശുദ്ധി പ്രാപിക്കുവാനും അതേപോലെ ശുദ്ധീകരണം കൂടെ ആരും എൻ്റെ അപ്പനെ കാണുന്നത് പറഞ്ഞ പോലെ ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഹൃദയശുദ്ധിയോടെ ദൈവരാജ്യത്തിന് ഒരുങ്ങുവാൻ അതേപോലെ നിത്യരാജ്യത്തിലേക്ക് പ്രതിഫലത്തിന് വേണ്ടി വേല ചെയ്യുവാൻ തന്നിരിക്കുന്ന ആയുസ് മുഴുവനും പിതാവെ ദൈവത്തോട് ബന്ധപ്പെടുവാൻ കർത്താവെ ഇവരെല്ലാം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ മുഖാന്തരമായിരിക്കും ദൈവദാസ ഒത്തിരി അനേകം കർത്താവെ തന്റെ ഈ ശുശ്രൂഷ കർത്താവെ ആയിരക്കണക്കിന് പേർ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹ രുചിച്ചറിയുവാൻ കർത്താവെ ആ സ്നേഹിതനായിരിക്കുന്ന പിതാവിന്റെ രാജ്യത്തിലേക്ക് എത്തുവാൻ ക്രിസ്തുവിന് മുഖാന്തരമായി പിതാവിന്റെ അടുക്കൽ എത്തുവാൻ എല്ലാവരും ഒരുക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇനിയും അനേകരുടെ സാക്ഷ്യങ്ങളും അത് അനേക ഹൃദയം തുറക്കുവാൻ അപ്പൊ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്ന പറഞ്ഞില്ല കർത്താവെ എല്ലാവർക്കും അനുഗ്രഹം മാറണം കർത്താവെ. ഈ വചനം കേട്ട ഈ സാക്ഷികൾ എല്ലാവരും ആത്മീയമായിട്ട് അനുഗ്രഹിക്കണം കർത്താവെ. ഞങ്ങൾക്ക് വേണ്ട ആത്മീയ അനുഗ്രഹമാണപ്പ. ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധിച്ചെടുക്കണം കർത്താവെ. അതിനെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാവരും അടിയും പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങ് അനുഗ്രഹ സ്തോത്രം മഹത്വം അങ്ങേക്ക് യേശു ചോദ്യം ദൈവത്തോന്നി കലക്കണം പിതാവൻ ദൈവമേ. ആമേൻ ആമേൻ ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നമ്മെല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച കർത്താവിൻ്റെ ദാസൻ പ്രിയ റോയി TCയുടെ മേൽ തൻ്റെ കുടുംബത്തിൻ്റെ മേൽ ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഒത്തിരി നന്ദി പറയുന്നത് വെച്ചാൽ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകരോട് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രിയ റോയിച്ചാൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ പോകുന്ന രംഗമാണ് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന ആഗ്രഹിക്കുന്നു. എൻ്റെ ഭാര്യയെല്ലാം ചെയ്തിരുന്നത്. ഈ അവസരം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നത് ഒരു ആഗ്രഹമാണ്. ഇത് നിങ്ങൾ കാണുമ്പോൾ ഞാൻ ദൈവജം പറയുന്നത് കാണാറുണ്ട്. മെച്ചക്കർ വാങ്ങിച്ചിരുന്ന് അതിലേക്ക് എത്തുന്ന അവസ്ഥകളാണിത്. ഇപ്പോൾ എൻ്റെ സഹധർമ്മിണി എനിക്ക് ഷൂട്ട് തരികയാണ്. ചെറിയുള്ള പൈസ തന്നു. അത് ഇത്രയും കയ്യിൽ വെക്കുന്നു. എൻ്റെ മൊബൈലാണ്. അത് പോകാൻ പറ്റുന്ന ഇടുന്നു. ഓക്കെ. ഓക്കെ. അങ്ങനെ അവൻ്റെ പോയിട്ട് കേൾക്കണേ. ഓക്കെ. ഇതാണ് കയറുന്ന രംഗം. അത്ര ഈസി അല്ല ഇത് കയറണമെങ്കിൽ. മൈക്ക് സെറ്റ് പോയിട്ടുണ്ട്. മൈക്ക് സെറ്റിൻ്റെ പോയിന് വെച്ചിരിക്കുന്ന ഈ കയറിലാണ്. ഇവിടെ കയറുണ്ട്. ഈ കയർ ഞാൻ കാലോട് വെക്കുന്ന വയസ്സിലേക്ക് വെക്കും.
അതുകൊണ്ട് അരയ്ക്ക് ബെൽറ്റ് കെട്ടാൻ ഇനിയും മറിഞ്ഞടിക്കും. അരയ്ക്ക് ബലമില്ല, അതുകൊണ്ട് അരയിലേക്ക് ബെൽറ്റ് കെട്ടുകയാണ്. ബെൽറ്റ് കെട്ടി കാലിന് 2 ബെൽറ്റ് കെട്ടുന്നുണ്ട്. ആ കാലത്ത് മാറ്റും. എൻ്റെ ഒരു വടി അതുകൊണ്ട് ഇതാണ് എനിക്ക് എൻ്റെ ഒരു വടിയുണ്ട്. ഇതെനിക്ക് കുത്തി ഇങ്ങനെ വണ്ടി പുറകിൽ ഇങ്ങനെ കുത്തിയിട്ട് വണ്ടി പുറത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതോ ഇതിനെ സൈഡിൽ വെക്കും. അതിവിടെ ഇതാണ് എനിക്ക് മെഡിക്കൽ ബോർഡിൻ്റെ 100% പാരബ്ലൈസ് സർട്ടിഫിക്കറ്റാണിത്. ഇത് പോക്കറ്റ് വെക്കും. ഇത് ആംപ്ലിഫയറാണ്. ഈ ആംപ്ലിഫയറിലാണ് ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചു. പുറകിലാണ് എൻ്റെ മൈക്ക് സെറ്റ് ഇരിക്കുന്നത്. ഇതെൻ്റെ ഈ ബാഗിലേക്ക് കൂടെ തൂക്കുകയാണ്. അതിൽ ഇതാണ് മൈക്ക് സെറ്റാണ്. 2 കേബിളുണ്ട്. ഈ കേബിൾ എനിക്ക് മൊബൈലിൽ നിന്ന് പാട്ട് കൊടുക്കാനുള്ള കേബിളാണ്. ഇതിന് സൈഡിൽ വെക്കുന്നു. ആദ്യം ഒരു 5 മിനിറ്റ് ഒരു പാട്ട് തുടങ്ങിയിട്ടാണ് മെസ്സേജ് എടുക്കുന്നത്. ഇതാണ് മൈക്ക് സെറ്റ്. ഇത് കണക്ഷൻ ഇവിടെ കൊടുക്കുന്നു. റെഡിയായി. ഇതാണ് എൻ്റെ മൈക്ക് പുറകിരിക്കുന്നത്. ഇതാണ് മൈക്ക്. ഓക്കെ, ഞാൻ പ്രാർത്ഥിച്ച് പോവുകയാണ്. ഇതാണ് എൻ്റെ യാത്രകൾ. ഒറ്റയ്ക്ക് യാത്രയിലുള്ളൂ, മറ്റാരും എൻ്റെ കൂടെയില്ല. ഏകനായ എൻ്റെ കൂടെ കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവ് ചേർന്ന് ദൈവത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചു.